കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ അത്യാഹിതവുമായി ബന്ധപ്പെട്ടാണ് ഇന്നലെ രാത്രി നമ്മുടെ വാർത്തകളൊക്കെ ഉണ്ടായിരുന്നത്. ഇന്ന് രാവിലെയും അതുതന്നെയാണ് പ്രധാനപ്പെട്ട വാർത്ത. വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് പോകും മുമ്പ് നമുക്ക് തലക്കെട്ടുകൾ നോക്കാം. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇന്നലെ ഉണ്ടായ മരണങ്ങളിൽ അവ്യക്തത. അത്യാഹിത വിഭാഗത്തിൽ നിന്ന് മാറ്റവേ മരിച്ചത് 5 പേർ. 3 മരണം സംഭവിച്ചത് തീപിടുത്തത്തിന് മുൻപെന്ന് മെഡിക്കൽ കോളേജ്. പുക ശ്വസിച്ചെന്ന ആരോപണവുമായി ബന്ധുക്കൾ. പഹൽഗാം ഭീകരാക്രമണത്തിൽ ഇന്ത്യയുടെ മിന്നലാക്രമണം ഭയന്ന പാകിസ്ഥാൻ. പാക് അധീന കശ്മീരിൽ ഉണ്ടായിരുന്ന ഭീകരരെ മാറ്റി. റഫാൽ വിമാനങ്ങൾ അതിർത്തി ലംഘിച്ചെന്ന ആരോപണം. പാകിസ്ഥാൻ ഭയം കൊണ്ട് നടത്തുന്ന ആരോപണമെന്ന് കേന്ദ്രം. കെപിസിസിയിൽ തൽക്കാലം നേതൃമാറ്റമില്ല. കെ സുധാകരൻ തുടരാൻ നിർദ്ദേശം നൽകി ഹൈക്കമാൻഡ്. കെപിസിസി ഡിസിസി പുനഃസംഘടന ഉടൻ പൂർത്തിയാക്കാനും നിർദ്ദേശം. സംസ്ഥാനത്ത് 5 ദിവസം കൂടി ശക്തമായ മഴ തുടരും. കനത്ത മഴയിൽ തിരുവനന്തപുരത്ത് രൂക്ഷമായ വെള്ളക്കെട്ട്. കാറ്റിൽ വടക്കൻ ജില്ലകളിൽ വൻ നാശനഷ്ടം. ബജ്രംഗ് ദൾ നേതാവിന്റെ കൊലപാതകത്തെ തുടർന്ന് മംഗളൂരുവിൽ അതീവ ജാഗ്രത. സുഹാസ് ഷെട്ടിയെ കൊന്നവരെ കണ്ടെത്താനായില്ല. സ്ഥലത്ത് നിരോധനാജ്ഞ തുടരുന്നു. കൈക്കൂലി കേസിൽ അറസ്റ്റിലായ കൊച്ചി കോർപ്പറേഷനിലെ ബിൽഡിംഗ് ഇൻസ്പെക്ടറുടെ സ്വത്ത് വിവരങ്ങൾ അന്വേഷിക്കുന്നു. മുൻപ് നൽകിയ ബിൽഡിംഗ് പെർമിറ്റുകളുടെ രേഖകളിലും പരിശോധന. റിമാൻഡിലായ ഇൻസ്പെക്ടർ ജയിലിൽ. ഐപിഎല്ലിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ ഗുജറാത്തിന് ജയം. ശുഭ്മാൻ ഗില്ലിനും ജോസ് ബട്ട്ലർക്കും സെഞ്ചുറി. ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് റോയൽ ചലഞ്ചേഴ്സ് സൂപ്പർ പോരാട്ടം. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗത്തിലെ തീപിടുത്തത്തിന് ശേഷം മരണം സ്ഥിരീകരിച്ച രോഗികളുടെ പോസ്റ്റ്മോർട്ടം നടത്തിയേക്കും. പുകയേറ്റാണ് രോഗികളുടെ മരണമെന്ന ബന്ധുക്കളുടെ പരാതിയെ തുടർന്നാണ് നടപടി. 3 പേർ ശ്വാസം മുട്ടിയാണ് മരിച്ചതെന്ന് ഇന്നലെ രാത്രി ടി സിദ്ദിഖ് എംഎൽഎ ആരോപിച്ചിരുന്നു. സംഭവത്തിന് ശേഷം 5 മൃതദേഹമാണ് മോർച്ചറിയിലേക്ക് മാറ്റിയിരുന്നത്. എന്നാൽ പുകയെ തുടർന്നുള്ള മരണമല്ല ഇതെന്നാണ് മെഡിക്കൽ കോളേജിന്റെ പ്രതികരണം. സംഭവങ്ങൾ ചർച്ച ചെയ്യാൻ മെഡിക്കൽ ബോർഡ് ഇന്ന് യോഗം ചേരും. ഇല്ല, അത് ന്യൂറോ സർജറിയിൽ ആ ഡോക്ടേഴ്സ് കൂടെ പോയിട്ടുണ്ട്, ഫയർഫോഴ്സിന്റെ കൂടെ. അത് 4ാമത്തെ നിലയിലാണ്. അതിന് ഷിഫ്റ്റ് ആക്കണമെന്ന് അവരോട് തീരുമാനിച്ച് പറയാൻ പറ്റും. ഇല്ല, അതുകൊണ്ട് അവരവിടെ നിൽക്കുന്നുണ്ട്. മാറ്റണം എന്നാണ് ഇമ്മീഡിയറ്റ് മാറ്റം. അല്ല, അത് റെഡിയാക്കും. ഇല്ലെങ്കിൽ ഷിഫ്റ്റ് ആക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇല്ല, അത് ഒരു തവണ എല്ലാ സ്ഥലത്തും ഇൻക്ലൂഡിംഗ് ലിഫ്റ്റ്, ബാത്റൂം, MRI, CT ഉള്ളിലൊക്കെ ചെക്ക് ചെയ്തു. ഡബിൾ ക്രോസ് ചെക്ക് ചെയ്യാൻ ഒന്നുകൂടി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മളെല്ലാം ഒന്നുകൂടി റൗണ്ട്സ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആള് ഷിഫ്റ്റ് ചെയ്ത സ്ഥലത്ത് അവിടെ ഏറൊക്കെ എവിടെയാണ് ഷിഫ്റ്റ് ചെയ്ത് അവിടെയൊക്കെ പോയി നോക്കാൻ പറഞ്ഞിട്ട് എല്ലാ HODമാരോടും വരാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ കുറച്ച് ഓർത്തോ HOD ഇവിടെ തന്നെയുണ്ട്. ഡോക്ടർ ജേക്കബ് ഉണ്ട്, ഡോക്ടർ ജയേഷ് മെഡിസിൻ HOD ഇവിടെയുണ്ട്. ബാക്കി കുറേ ഡോക്ടേഴ്സും വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഷിഫ്റ്റ് ചെയ്ത പേഷ്യൻ്റൊക്കെ അവരോട് പോയി കാണാൻ പറ്റും കേട്ടോ. ശരി, അല്ല, ഇവിടുത്തെ ഷിഫ്റ്റ് ചെയ്ത കുറച്ച് പേര് മാത്രം പ്രൈവറ്റിൽ പോയിട്ടുണ്ട്. ബാക്കിയെല്ലാം ഇവിടെയാണ്. ബാക്കിയൊക്കെ കോളേജിലെ പഴയ ബ്ലോക്കിലേക്കും സൂപ്പർ സ്പെഷ്യാലിറ്റി മെഡിക്കൽ ബ്ലോക്ക് TCCയിലേക്കാണ് ഷിഫ്റ്റ് ചെയ്തത്. MS അനീഷ് കുമാർ വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന്. അനീഷ്, ഗുരുതരമായ ആരോപണമായിരുന്നു ഇന്നലെ ടി സിദ്ദിഖ് എംഎൽഎ ഉന്നയിച്ചത്. അത് 3 പേരുടെ മരണം ഈ അപകടത്തെ തുടർന്ന് ശ്വാസം കിട്ടാതെയാണെന്നാണ് പറഞ്ഞത്. ഈ ബന്ധുക്കളുടെ ആരോപണം എന്താണ്? മെഡിക്കൽ കോളേജ് അധികൃതർ പറയുന്നത് ഈ മരണങ്ങൾക്കൊന്നും, ഈ 5 മരണങ്ങൾക്കും ഈ അപകടവുമായി ബന്ധമില്ല എന്നാണോ? ടി സിദ്ദിഖ് എംഎൽഎ ഇന്നലെ പറഞ്ഞത് നസീറ വയനാട് മേപ്പാട് സ്വദേശിനിയായ സ്ത്രീയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. അവരെ വെന്റിലേറ്റർ നീക്കം ചെയ്തപ്പോഴാണ് മരണം സംഭവിച്ചതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്തായാലും നമുക്കൊപ്പം അവർ തന്നെ ഉണ്ട്. നമുക്ക് അവരോട് തന്നെ കാര്യങ്ങൾ ചോദിക്കാം. അവർ വയനാട്ടിൽ നിന്നുള്ള ആളുകളാണ്. ഇദ്ദേഹം ആ രോഗിയുടെ ഒപ്പം ആ സമയത്ത് ഉണ്ടായിരുന്ന ആളുമാണ്. അവരിലേക്ക് നമുക്ക് തിരിയാം. നമുക്ക് കൃത്യമായ കാര്യങ്ങൾ ചോദിക്കാം. എന്താണ് ഇന്നലെ അവിടെ എൻ്റെ സിസ്റ്റർ ICUവിലായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ ഇരിക്കുകയായിരുന്നു. പെട്ടെന്നായിരുന്നു അവിടെ നിന്ന് ഒരു പൊട്ടലും ഇതൊക്കെ വന്നത്. അപ്പോൾ പിന്നെ ഭയങ്കര പുകയും ഇതൊക്കെ ആയിട്ട് വന്നു. പിന്നെ അപ്പോൾ എല്ലാവരെയും അവിടെ നിന്ന് വേഗം മാറ്റാൻ ആദ്യം കുറേ പേഷ്യൻറ്റിൻ്റെ കൂടെ കുറേ ആൾക്കാർ അവിടെ ഇരിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു.
അവരൊക്കെ ഞങ്ങൾ വേഗം ഒരു സൈഡിൽ കൂടെ പുറത്തിറക്കി. അവിടെ അങ്ങനെ നോക്കുമ്പോൾ എമർജൻസി ഡോറിൽ ചെയിൻ വെച്ച് ലോക്ക് ചെയ്തൊക്കെയായിരുന്നു. അതൊന്ന് ചെയിൻ തുറന്ന് ഒരു ഡോറാ തുറക്കാൻ പറ്റുകയുള്ളൂ. അതിൽ കൂടെ ആൾക്കാരെ ഇതാക്കി. പിന്നെ ICUലുള്ള പേഷ്യന്റിനെ പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റുന്നില്ല ആ ഡോറിൽ കൂടെ. എന്നിട്ട് ഞങ്ങൾ ഇപ്പുറത്ത് കൂടെ പോയിട്ട് ഒരു ഡോറ് ചവിട്ടി എല്ലാവരും കൂടി ചവിട്ടി പൊളിച്ചിട്ടാണ് വെന്റിലേറ്ററിലുള്ള രോഗിനെയൊക്കെ ഇതാക്കിയത്. ഇങ്ങോട്ട് വന്നപ്പോൾ വെന്റിലേറ്റർ ഒന്നും ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ സംഭവിച്ചത്. എന്നിട്ട് നേരെ എടുത്തിട്ട് മുറ്റത്ത് അവിടെ പുറത്ത് കൊണ്ടുപോയി വെക്കുകയായിരുന്നു. എന്നിട്ട് പിന്നെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ആംബുലൻസ് വന്നിട്ട് ഇങ്ങോട്ട് ICUലേക്ക് ഷിഫ്റ്റ് ചെയ്തത്. അതുവരെ വെന്റിലേറ്റർ സഹായം ഇല്ലാതായിരുന്നു നിന്നത്. പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് നോർമലായി വരികയായിരുന്നു. വെന്റിലേറ്റർ കൊടുത്ത് നോർമലായി അതിൻ്റെ വരികയായിരുന്നു. അത് അതിൻ്റെ മുന്നേ കഞ്ഞി ജ്യൂസാക്കി കൊടുക്കാൻ പറഞ്ഞു. അതൊക്കെ കൊണ്ട് കൊടുത്തതായിരുന്നു. സ്പ്രിഞ്ചിൽ ജ്യൂസ് ഇതിലാക്കി കൊടുത്തതായിരുന്നു. അതൊക്കെ കഴിച്ചതൊക്കെ ആയിരുന്നു. അപ്പോൾ ഒരു റിക്കവറി ആയി വരുന്നുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു. അതിന് പെട്ടെന്നായിരുന്നു ഈ സംഭവിച്ചത്. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് ICUലേക്ക് മേലെ ICUലേക്കാണ് പിന്നെ വന്നത്. അപ്പോൾ ഓക്സിജൻ ഇത് ഇല്ലായിരുന്നു. അതുവരെ ഇതിൽ വെന്റിലേറ്റർ ഇതിൽ നിന്നിട്ട് പിന്നെ പെട്ടെന്ന് മാറ്റി. പിന്നെ ഞങ്ങൾ അവിടുന്ന് കൊണ്ടുവന്ന സിസ്റ്റർമാർ ഞങ്ങൾ ബലൂൺ ഇത് വെച്ചിട്ട് ഓക്സിജൻ കൊടുത്തിട്ടാണ് കൊടുക്കുന്നത്. ഇവിടെ എത്തിയപ്പോൾ അതിന് പൾസ് ലോ ആയി. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ചിലപ്പം ചാൻസ് കുറവായിരിക്കും, BP ഇതൊക്കെ പൾസ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് ശ്രമിക്കാമെന്ന് പറഞ്ഞു. പിന്നെ ഒരു മാക്സിമം ഒരു അരമണിക്കൂറോളം ഇതായിട്ടുള്ളൂ. അതാണ് വന്നത്. അതെ. അത് കഴിഞ്ഞ് വെന്റിലേറ്റർ മാറ്റി വീണ്ടും ഇവിടെ കൊടുന്ന് വെന്റിലേറ്ററിലാക്കി. മേലെ ICUലേക്ക് കൊടുത്തിട്ട് വെന്റിലേറ്ററിൽ തന്നെ ഇതാക്കി. അപ്പോൾ തീരെ പൾസ് ഇതൊന്നും വരുന്നില്ലായിരുന്നു. വീണ്ടും കൊണ്ട് ഇവിടെ മേലെ ICUലേക്ക് ഉണ്ടായിരുന്നു. പിന്നെ ഇതായി വരുന്ന ഇതുണ്ടായിരുന്നു. കുറച്ച് കയറി വന്നു എന്ന് പറഞ്ഞു ഡോക്ടർ. പൾസ് കയറി വന്നു. പിന്നെ പെട്ടെന്ന് ലോ ആയി. പിന്നെ അങ്ങോട്ട് എത്തുന്നില്ല പറഞ്ഞു. പിന്നെ മരുന്ന് അതെ അതുവരെ ഇതായിരുന്നു. അതുവരെ ഓക്കെ ആയിരുന്നു. അതിനെ മരുന്ന് ഇതൊക്കെ വാങ്ങിക്കൊടുത്ത് മരുന്ന് എഫക്ട് ചെയ്യാൻ തുടങ്ങി. പിന്നെ കഞ്ഞി ജ്യൂസ് ഇത് എന്തെങ്കിലും കൊണ്ടു കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ കഞ്ഞി ഞങ്ങൾ ജ്യൂസാക്കിയിട്ട് അവിടെ കൊണ്ടുവച്ചു. അത് കുടിച്ച് ഒരു 10-15 മിനിറ്റ് ആയിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ടാണ് ഇത് സംഭവിക്കുന്നത്. അതെ, മറ്റാളുകൾക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ICUന്ന് ഞങ്ങൾ എല്ലാവരെയും പിടിച്ച് ഇതേപോലെ ഒരു ഇതിൽ കൂടെ കൊണ്ടിട്ട് ഇത് വെക്കായിരുന്നു. എല്ലാവരും നേരത്തെ എന്ത് ICUലുള്ള പേഷ്യന്റിനൊക്കെ പുറത്ത് കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ എന്താ സംഭവിക്കാറില്ലേ? ഓക്സിജൻ കൊടുത്ത് തന്നെ പേഷ്യന്റിനൊക്കെ പുറത്ത് കൊണ്ടുപോയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ സംഭവിക്കും? ഞങ്ങൾ തന്നെ കൊടുക്കുന്നത് ഇതേപോലെ തന്നെ ഞങ്ങൾ കൊടുക്കുന്നത്. എല്ലാവരും ഞങ്ങൾ ഇതേപോലെ ആ ഡോറ് പൊളിച്ചിട്ട് അവിടെ മെയിനായിട്ട് ഒരു എമർജൻസി ഡോർ ഇല്ല. അത് ഒരു ഡോർ ഒരു പേഷ്യന്റിനെ കൊണ്ട് വെന്റിലേറ്ററിലുള്ള ഒരു പേഷ്യന്റിന് ആൾക്കാർക്ക് പോവാം. ഒരു പേഷ്യന്റിനെ കൊണ്ട് പിന്നെ വീൽ ചെയർ വെച്ചിട്ട് വരാൻ പറ്റില്ല. ഒരു ഡോർ അടഞ്ഞു കിടക്കുകയാണ്. അത് തുറക്കാൻ പറ്റുന്നില്ല. ഒരു ഡോർ ഞാൻ നിങ്ങൾ ഇപ്പുറത്ത് കൂടെ ചവിട്ടി പൊളിച്ചിട്ടാണ് ആ ഡോർ കൂടെ കൊടുക്കുന്നത്. ആ ഡോർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് വരണം. വാങ്ങിയിട്ടാണ് വരുന്നത്. ഒരു പേഷ്യന്റ് 4 ആൾ പിടിച്ചിട്ട് ICUത്തെ വീൽ ചെയർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയില്ല എങ്ങനെയാണ്. അത് അതിൽ കൂടെ കൊണ്ടുവരാൻ കഴിയില്ല. അതിൽ കൂടെ എങ്ങനെയൊക്കെ പിടിച്ച് കൊടുത്തിട്ടാണ് ഞങ്ങൾ പുറത്തേക്ക് ആക്കിയിട്ടുള്ളത്. ഇല്ല, പറ്റില്ല. അവിടെ ഒരു ഇത് അടഞ്ഞു കിടക്കുകയാണ്. ഒരു ഡോർ കൂടെ അതിൽക്കൂടെ വീൽ ചെയർ വരില്ല. ഇപ്പുറത്തെ സൈഡിൽ കൂടെയാണ് ആ ഡോർ പൊളിച്ചിട്ടാണ് അതിൽക്കൂടെ വന്നത്. അതിന്റെ ഉള്ളിൽ ഇരിക്കുമ്പോൾ ഇടി മിന്നലിന്റെ അറിയില്ല. ഒരു മഴ പെയ്തിട്ടുണ്ടായിരുന്നു. ആ മഴ പെയ്തപ്പോഴാണ് ഞാൻ ഉള്ളിലേക്ക് കയറിപ്പോയത്. അവിടെ അതിൽ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒന്ന് കറണ്ട് പോയി വന്ന് കളിച്ചു. 2 വട്ടം കറണ്ട് പോയി. പിന്നെയാണ് ആ ഇത് വന്നത്. ഇത് പെട്ടെന്ന് അതായത് കാഷ്വാലിറ്റീന്റെ അവിടെ നിന്നാണ് വന്നത്. അവിടെയാണ് പെട്ടെന്ന് ഒരു പൊട്ടലും ഭയങ്കര പുകയും ഇതൊക്കെ ആയിട്ട് വന്നത്. കാഷ്വാലിറ്റി കഴിഞ്ഞ് കുറച്ച് ഇങ്ങോട്ട് വന്നാൽ ICUന്റെ ഡോർ ഇതാക്കാൻ പറ്റിയില്ല. അപ്പോൾ പിന്നെ സിസ്റ്റർമാർ വരും. എല്ലാവരും കൂടി അവർ പുറത്ത് ഇതാക്കില്ല. അവർ വരുന്നില്ല പറഞ്ഞു. ആൾക്കാരെയൊക്കെ അവിടെ നിന്ന് വേഗം മാറ്റി. നടക്കാൻ പറ്റുന്നവർ ഇവരെയൊക്കെ എല്ലാവരും രോഗിൻ്റെ കൂടെയുള്ള ആൾക്കാരെയൊക്കെ വേഗം പുറത്തേക്ക് ഇറക്കിയിട്ടു. പിന്നെ ഞങ്ങൾ അവിടെ പോയിട്ട് ഇങ്ങോട്ട് പിന്നെ കയറി വന്നിട്ടാണ് ICUലുള്ള പേഷ്യൻറ്റിനെയും ഇവരെയൊക്കെ ഇറക്കിയത്. അവിടെ സെക്യൂരിറ്റി എന്നുള്ള ആൾക്കാരെ കണ്ടിട്ടില്ല. അവരില്ല അവിടെ. ആശുപത്രിയിൽ നിന്ന് ഡോക്ടർമാരും സിസ്റ്റർമാരും അവർ നല്ല ഇതായിരുന്നു. അവരാണ് ഫുള്ള് ഇതാക്കി ഇങ്ങോട്ട് കൊണ്ടുവരാനും ഇതാക്കി രോഗിൻ്റെ കൂടെ നിൽക്കാനും ഇതാക്കി. അതിൽ തന്നെ 2 സിസ്റ്റർമാർക്ക് എന്തോ അപകടം പറ്റിയിട്ടുണ്ട്. ഇത് ശ്വസിച്ച് കുഴഞ്ഞു വീഴുന്നതാണ്. ഒരാൾ ഞാൻ എൻ്റെ മുന്നിൽ നിന്നാണ് കുഴഞ്ഞു വീണത്.
അത്ര പെട്ടെന്ന് ആളുകളെ മാറ്റാൻ പറ്റാത്തൊരു മാറ്റാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടായത്. എല്ലാവരും എന്ന് ICU കിടക്കുന്ന രോഗിനെ എടുത്തിട്ട് മുറ്റത്ത് കൊണ്ടുവിട്ടാൽ എങ്ങനെ ഇരിക്കും? അത്ര കിറ്റിക്കൽ ഇരിക്കുന്ന ആൾക്കാരെ, അതാണ് അവിടെ സംഭവിച്ചത്. വേറെ ബദൽ മാർഗം ഒന്നും കാണാൻ കഴിയുന്നില്ല. അതെ, എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളത് കഞ്ഞി ഇതൊക്കെ കൊടുത്ത് ഒരു ഇതായി വരും, 1 മണിക്കൂറായിട്ട് ICUലേക്ക് മാറ്റിയിട്ട് ഒന്ന് ബെറ്ററായി വരും. അതുവരെ കാഷ്വാലിറ്റിയിലായിരുന്നു, ഒന്ന് ബെറ്ററായിട്ട് വരികയായിരുന്നു. അപ്പോഴാണ് മരുന്ന് കാര്യങ്ങളൊക്കെ ഡോക്ടർ പറഞ്ഞവരെ എല്ലാം മരുന്ന് വാങ്ങിക്കൊണ്ട് കൊടുത്തിട്ട് ഒരു അരമണിക്കൂറായിട്ടുള്ളൂ. പിന്നെ കഞ്ഞി കൊടുത്തിട്ട് കഞ്ഞി ജ്യൂസാക്കി കൊണ്ടുവരാൻ പറഞ്ഞു, അതും കൊടുത്തു കഴിഞ്ഞിട്ട് വലിയ കുഴപ്പമില്ലാതെ തന്നെ ഞാൻ ബന്ധുക്കളെയൊക്കെ പറഞ്ഞു വിട്ടു. ഞങ്ങൾ 2-3 പേരെ അവിടെ ഉണ്ടായിട്ടുള്ളൂ. ഞങ്ങൾ ആ സമയത്ത് പുറത്തായിരുന്നു. നല്ലൊരു ചെറിയ മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കാഷ്വാലിറ്റിയിലുള്ള അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്ന ആളുകൾ മഴ കൊണ്ടിട്ടാണ് ഇതിനെ പുറത്ത് നിൽക്കുന്നത്. ആംബുലൻസ് ഉണ്ട്, പക്ഷെ അവിടെ പിന്നെ ഒന്നായിട്ട് ഈ ഒരു ഭീകരമായൊരു അന്തരീക്ഷമായിരുന്നു. എല്ലാവരും പേടിച്ചിങ്ങനെ നിൽക്കുന്ന. അപ്പോൾ ഒരു അനാസ്ഥ നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട്. കാരണം ഈ പറയുന്ന പുറത്തുനിന്ന് വന്ന രോഗികളുടെ കൂടെ നിൽക്കുന്ന ആളുകളാണ്. അതേപോലെ തന്നെ നഴ്സുമാർ ആത്മാർത്ഥമായിട്ട് നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ആ ഒരു 15 മിനിറ്റ് ടൈം, ആ ഒരു സമയം ആണ് ഇവരെ ഈ ശരിക്കും അവരെ ജീവൻ എടുക്കാനുള്ള ഒരു കാരണം. കാരണം അതിനുള്ള സംവിധാനങ്ങൾ ICU വെന്റിലേറ്ററിലുള്ള ഒരു രോഗിനെ പുറത്തേക്ക് കൊണ്ടുപോയിട്ടാൽ സംഭവിക്കുന്നത് അത് ഇവിടെ ICUയിലേക്കാണ് മാറ്റുന്നത്. ഇവിടെ മറ്റൊരു ഇതിലേക്ക് ICUയിലേക്കാണ് മാറ്റുന്നത്. ICUയിൽ ഈ പറഞ്ഞ വെന്റിലേഷൻ സൗകര്യങ്ങളില്ല. അപ്പോൾ അതൊരു കാരണമാണ്. അവിടെ അതെ 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 ഇല്ല. പിന്നെ വെന്റിലേറ്റർ കൊടുത്തു. പക്ഷെ ആ ഒരു ടൈം കൊണ്ട് എന്തായി, ഇവരെ പൾസ് പോയി. ഡോക്ടർ നമ്മൾ അവിടെ എത്തിയപ്പോൾ തന്നെ ഡോക്ടർ നമ്മൾ വിളിച്ച് പറഞ്ഞു പൾസ് കിട്ടുന്നില്ല. നേരത്തെ അതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടിയിരുന്നു, പക്ഷെ ഇപ്പോൾ പൾസ് പറ്റ ലോ ആയി വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ടൊന്നും പറയാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. പിന്നെ കുറേ അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ആള് മരിച്ചു വന്നു. സാധ്യതയുണ്ട്. കാരണം അവിടെ മറ്റു സംവിധാനങ്ങളൊന്നും ഇല്ലല്ലോ. ചെറിയ മഴ പെയ്യുന്നുണ്ട്, പിന്നെ പുറത്താണ്. ഒരു ടൈം, ഒരു ഷിഫ്റ്റ് ചെയ്യാനുള്ള ആ ഒരു സമയം ശരിക്കും ഇവരെ ഒരു ജീവൻ അപകടത്തിലായി. ശരി, ഇതാണ് ഈ രോഗികളുടെ ഒപ്പമുള്ള കൂട്ടിരിപ്പുകാർ പറയുന്നത്. കാരണം വെന്റിലേറ്റർ സൗകര്യത്തോടുകൂടി ജീവിച്ച് വന്നിരുന്ന ആളുകളാണ്, അതീവ ഗുരുതരാവസ്ഥയിലായിരുന്നവരാണ്. ഈ നസീറുടെ കാര്യത്തിലൊക്കെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടു വരികയാണെന്നാണ് അവരുടെ ഒപ്പമുണ്ടായിരുന്ന ആളുകൾ പറയുന്നത്. പക്ഷേ അതിനുശേഷം ഈ വാതിലൊക്കെ ചവിട്ടി പൊളിച്ചാണ് ഈ രോഗികളെ, ICUയിലുള്ള രോഗികളെ താഴേക്ക് എത്തിക്കുന്നത്. പിന്നീട് അവിടെ നിന്ന് 10 മിനിറ്റോളം എടുത്താണ് സുരക്ഷാ സംവിധാനങ്ങളിലുള്ള പാളിച്ച. ഒരു അപകടമുണ്ടായാൽ അതിനെ തരണം ചെയ്യാൻ വേണ്ട സൗകര്യങ്ങളോ സംവിധാനങ്ങളോ ഉള്ള സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്ന തരത്തിലോ ആയിരുന്നില്ല അവിടെ. ആ രക്ഷാപ്രവർത്തനം നടത്തുന്നതിനിടെ ഉണ്ടായ താമസം, പിന്നെ തിരിച്ച് ഈ പറയുന്ന പോലെ വെന്റിലേറ്റർ എന്ന് പറയുമ്പോൾ ജീവൻ നിലനിർത്താനുള്ള സംവിധാനമാണ്. ആ സംവിധാനത്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്ന് കുറച്ചു കഴിഞ്ഞ് തിരിച്ച് അത് കൊടുത്ത സമയത്തുണ്ടായ പ്രശ്നങ്ങൾ, ഇത് രണ്ടുമല്ലേ പ്രധാനമായും ഇങ്ങനെ ഈ ഒരു മരണത്തിലേക്ക് നയിച്ചത്? അങ്ങനെയല്ലേ ബന്ധുക്കൾ പറയുന്നത്? തീർച്ചയായും. കാരണം ഈ വെന്റിലേറ്റർ സഹായത്തോടുകൂടി ഒരു ജീവൻ നിലനിർത്തുന്നു എന്ന് പറയുമ്പോൾ തന്നെ വെന്റിലേറ്റർ നീക്കുന്നത് പലപ്പോഴും ഏറെ ആലോചിച്ച് തീരുമാനമെടുത്ത ശേഷമാണ്. രോഗിയുടെ ആരോഗ്യനിലയൊക്കെ മെച്ചപ്പെട്ട് സ്വന്തമായി ശ്വസിക്കാൻ കഴിയുന്ന അവസ്ഥയിലാണ് വെന്റിലേറ്റർ സഹായം നീക്കുന്നതൊക്കെ. പക്ഷേ ഇവിടെ ഈ വെന്റിലേറ്റർ നീക്കുമ്പോൾ അത് രോഗിയെ പെട്ടെന്ന് പൾസ് കുറയുന്നതിന് കാരണമാവുന്നു. ഇവർ തന്നെ പറയുന്നു ആ വെന്റിലേറ്റർ സഹായത്തോടെ കഞ്ഞിയൊക്കെ കൊടുക്കാൻ പറഞ്ഞിരുന്നതാണ് അവരുടെ രോഗിക്ക് എന്ന്. അതിനുശേഷമാണ് പിന്നീട് ഈ അപകടം വരിക, കതക് പൊളിച്ചിറങ്ങുക, വെന്റിലേറ്റർ ആ സഹായത്തോടുകൂടി നിന്നും പ്രവർത്തനം മാറുക, പിന്നീട് വീണ്ടും ഒരു ICUയിലേക്ക് എത്തുകയും അവിടെ വെച്ച് വീണ്ടും വെന്റിലേറ്റർ ഘടിപ്പിക്കുകയും ചെയ്യുക. അപ്പോഴേക്കും പൾസൊക്കെ താഴ്ന്നു പോയിരുന്നു എന്ന് ഡോക്ടർമാർ പറയുന്നു. പിന്നീട് പെട്ടെന്ന് മരണം സ്ഥിരീകരിക്കുന്നു. അതുകൊണ്ട് ICUവിൽ വെന്റിലേറ്റർ സഹായത്തോടുകൂടി ജീവിച്ചിരുന്ന രോഗികളെ പെട്ടെന്ന് താഴേക്ക് മാറ്റുമ്പോൾ ഏതാണ്ട് 10-15 മിനിറ്റോളം അവർക്ക് വെന്റിലേറ്റർ സഹായമില്ലാതെ കഴിയേണ്ടി വരുന്നു. അത് ആരോഗ്യനില വഷളാക്കാനുള്ള സാധ്യതകൾ വളരെ വലിയ തോതിലാണ്. എന്തായാലും ആശുപത്രി അധികൃതരുടെ വാദങ്ങൾക്കപ്പുറം ഈ സംഭവം നടന്ന ശേഷമാണ് ഈ നസീറ എന്ന രോഗിയുടെ മരണം സംഭവിച്ചിരിക്കുന്നത് എന്ന കാര്യം ഇപ്പോൾ ഈ ബന്ധുക്കളുടെ വാക്കുകളിൽ തന്നെ വ്യക്തമായിരിക്കുന്നു. ശ്രീജ, ശരി.
MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഇനി ഈ വിഷയത്തിൽ കൃത്യമായ ഒരു അന്വേഷണം നടക്കേണ്ടതുണ്ട്. മെഡിക്കൽ ബോർഡൊക്കെ രൂപീകരിക്കുന്നുണ്ട്. ഈ മരണ സമയത്തെക്കുറിച്ചൊക്കെ അറിയാൻ ഡോക്ടർമാർ പറയുന്ന അവകാശവാദത്തിനപ്പുറത്ത് തന്നെ കൃത്യമായ ഒരു പരിശോധന, എപ്പോഴാണ് ഇവർക്ക് മരണം സംഭവിച്ചത്, എന്തുകൊണ്ട് ആ സമയത്ത് മരണം സംഭവിച്ചു, ഈ സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ടോ, അവിടെ നിന്ന് രക്ഷാപ്രവർത്തനം നടത്താൻ വാതിൽ തുറക്കാൻ കഴിയാത്ത അവസ്ഥയിലാണെന്നൊക്കെ പറയുന്നത് വളരെ ഗുരുതരമായ ഒരു വീഴ്ചയാണ്. അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ, അങ്ങനെ ഇവരെ പുറത്ത് ഈ ബന്ധുക്കൾ ആരോപിക്കുന്ന പോലെ 10-15 മിനിറ്റ് അവരെ ICUവിലെ വെറുതെ പ്രവേശിപ്പിച്ച് തിരിച്ചു കൊണ്ടുവന്ന് വെന്റിലേറ്റർ സപ്പോർട്ട് തിരിച്ചു കൊടുക്കുക, ഇതിനിടയിൽ വീഴ്ച സംഭവിച്ചതാണോ മരണത്തിനിടയാക്കിയത്? അങ്ങനെ ഇത്രയും ചോദ്യങ്ങൾക്ക് മെഡിക്കൽ കോളേജ് അധികൃതർ ഉത്തരം പറയേണ്ടി വരും. മെഡിക്കൽ കോളേജ് അധികൃതർ ഇപ്പോഴും പറയുന്നത് 3 മരണം സംഭവിച്ചത് ഈ അപകടം ഉണ്ടാവുന്നതിന് മുൻപാണെന്നാണ്. എന്തായാലും ഇന്നത്തെ ദിവസം അതിൽ വിശദമായ ഒരു അന്വേഷണം ആരോഗ്യമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ അന്വേഷണത്തിൽ മാത്രമേ ഇതിൽ കൃത്യമായ എന്താണ് സംഭവിച്ചത് എന്ന് അറിയാൻ കഴിയും. നമ്മൾ മറ്റു വാർത്തകളിലേക്ക് പോവുകയാണ്. പഹൽഗാം ഭീകരാക്രമണത്തിൽ ഇന്ത്യയുടെ തിരിച്ചടി ഭയക്കുകയാണ് പാകിസ്ഥാൻ. പാക് അധീന കശ്മീരിൽ ഉണ്ടായിരുന്ന ഭീകരരെ മാറ്റി. സൈന്യത്തിന്റെ മിന്നലാക്രമണം ഭയന്നാണ് നീക്കം. അതേസമയം ഭീകരർക്കായുള്ള തെരച്ചിൽ 11ാം ദിവസവും തുടരുകയാണ്. ER രാഗേഷ് വിവരങ്ങളുമായി. രാഗേഷ്, കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടതാണ് ഹാഫിസ് സയ്യിദിന് കൂടുതൽ സുരക്ഷ ഏർപ്പെടുത്തുന്നതും സ്പെഷ്യൽ സെക്യൂരിറ്റി ഫോഴ്സിലെ മുൻ സൈനികരെ കൊണ്ടുവന്ന് സുരക്ഷ ഒരുക്കുന്നതുമൊക്കെ കണ്ടതാണ്. അതായത് ഒരു സൈനിക നീക്കത്തിനപ്പുറത്ത് ഭീകര കേന്ദ്രങ്ങളിലേക്ക്, ഭീകരർക്ക് നേരെ ഒരു തിരിച്ചടി ഇന്ത്യയുടെ ഭാഗത്തുനിന്നുണ്ടാകുമെന്ന കൃത്യമായ ഒരു ആശങ്ക പാകിസ്ഥാനുണ്ട്. ആ ആശങ്കയ്ക്ക് അനുസരിച്ചുള്ള നടപടികളാണോ ഇപ്പോൾ പാകിസ്ഥാനിൽ ഉണ്ടാവുന്നത്? അതെ ശ്രീജ, ഒരു തിരിച്ചടി ഏതായാലും പാകിസ്ഥാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന തീരുമാനങ്ങൾ. ശ്രീജ സൂചിപ്പിച്ച പോലെ ഹഫീസ് സയ്യിദിന്റെ സുരക്ഷ വർദ്ധിപ്പിച്ചിരുന്നു. വീട് തന്നെ ജയിലാക്കി മാറ്റിയാണ് ഇപ്പോൾ തടവിൽ കഴിയുന്നത് ഹഫീസ് സയ്യിദ്. അവിടെയാണിപ്പോൾ നിലവിലുണ്ടായിരുന്ന സുരക്ഷയ്ക്ക് പുറമെ പാക് സൈന്യത്തിന്റെ മുൻ കമാൻഡോകളടക്കം അവിടെ സുരക്ഷയ്ക്കായി നിയമിച്ചത്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരങ്ങൾ, അതായത് പാക് അധീന കശ്മീരിലെ ടെറർ ലോഞ്ച് പാഡുകളിൽ നിന്ന് ഭീകരരെ മാറ്റി എന്നുള്ളതാണ്. കാരണം ഈ പഹൽഗാം ആക്രമണത്തിന് ശേഷം രഹസ്യാന്വേഷണ ഏജൻസികൾ വ്യക്തമാക്കിയത് ഏതാണ്ട് 42 ലോഞ്ച് പാഡുകൾ അവിടെ ഇപ്പോഴും സജീവമാണ്. അങ്ങനെ 150-ലധികം ഭീകരർ ഈ പാക് അധീന കശ്മീരിൽ തന്നെ ഇന്ത്യയിലേക്ക് പ്രവേശിക്കാൻ കാത്തു നിൽക്കുന്നുണ്ട് എന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരമനുസരിച്ച്. പ്രധാനമായും 3 ലോഞ്ച് പാഡുകളിൽ നിന്നാണ് ഭീകരരെ മാറ്റിയിരിക്കുന്നത്. അതിലൊന്ന് സാംബ അതിർത്തിയോട് ചേർന്നുള്ള ഷെർഗഡ് മേഖലയിൽ നിന്ന്, മറ്റൊന്ന് നൌഷേറിയിൽ നിന്നുള്ള സാമാഹിനി, മറ്റൊന്ന് ഹിരാനഗറിൽ നിന്ന് സുഗ്മൽ. ഈ 3 ലോഞ്ച് പാഡുകളിൽ നിന്നാണ് ഇപ്പോൾ ഭീകരരെ ഒഴിപ്പിച്ചിരിക്കുന്നത്. കാരണം ഈ ഓരോ ലോഞ്ച് പാഡിലും ചുരുങ്ങിയതൊരു 15 പേരെങ്കിലും ഉണ്ടായിരുന്നു. അപ്പോൾ 10-45 പേർ ഇന്ത്യയിലേക്ക് പ്രവേശിക്കാൻ കാത്തു നിൽക്കുകയായിരുന്നു. സാധാരണഗതിയിൽ ഇത്തരം ലോഞ്ച് പാഡുകളിൽ ഭീകരർ എത്തുകയും പിന്നീട് സാഹചര്യം നോക്കി അനുകൂലമാണെങ്കിൽ പാക് സൈന്യത്തിന്റെ സഹായത്തോടു കൂടി അന്താരാഷ്ട്ര അതിർത്തി മറികടന്നുകൊണ്ട് ഇന്ത്യയിലേക്ക് കടക്കുന്നതാണ് പതിവ്. പിന്നീടാണ് ഇവർ ഇത്തരത്തിൽ ആക്രമണങ്ങളൊക്കെ തന്നെ ആസൂത്രണം ചെയ്യുന്നത്. ഇപ്പോൾ പഹൽഗാമിൽ ആക്രമണം നടത്തിയ ഭീകരർ പോലും ഇത്തരത്തിൽ ഇന്ത്യയിൽ പ്രവേശിച്ചതാണ് 1.5 വർഷം മുമ്പ്. അപ്പോൾ അതുപോലെ ഇന്ത്യയിലേക്ക് കടക്കാൻ കാത്തു നിന്നിരുന്ന 3 പ്രധാനപ്പെട്ട ലോഞ്ച് പാഡുകളിൽ നിന്നുള്ള ഭീകരരെയാണ് ഇപ്പോൾ അവിടെ നിന്ന് ഒഴിപ്പിച്ചിരിക്കുന്നത്. അവർ പാകിസ്ഥാനിലേക്ക്, പാക് അധീന കശ്മീരിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് മടങ്ങി എന്നാണ് ഇപ്പോൾ രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ നൽകുന്ന വിവരം. പ്രത്യേകിച്ച് ഒരു മിന്നൽ ആക്രമണം അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം 2016 ഉറി ആക്രമണത്തിന് ശേഷമാകട്ടെ, അതിനുശേഷം 2019 പുൽവാമയാകട്ടെ, അപ്പോഴൊക്കെ തന്നെ പാക് അധീന കശ്മീരിലാണ് സൈന്യം ലക്ഷ്യം വെച്ചിരുന്നത്. അപ്പോൾ ഒരു തിരിച്ചടി പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൂടി കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അവിടെ നിന്നുള്ള ഭീകരരെയൊക്കെ തന്നെ മാറ്റിക്കൊണ്ടുള്ള നടപടിയിലേക്ക് കടക്കുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും പാക് അധീന കശ്മീരിലും ചില നിർദ്ദേശങ്ങൾ ഈ ഘട്ടത്തിൽ നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് അവിടെയുള്ള ആളുകളോട് ഭക്ഷ്യധാന്യങ്ങൾ ശേഖരിക്കാനുള്ള നിർദ്ദേശമാണ് പ്രാദേശിക ഭരണകൂടം നൽകിയിരിക്കുന്നത്. മാത്രമല്ല മരുന്നുകൾ അടക്കമുള്ള അവശ്യ സാധനങ്ങൾ കരുതി വെക്കണമെന്ന നിർദ്ദേശം കൂടി പ്രാദേശിക ഭരണകൂടം നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന ഏതാണ്ട് 13 മണ്ഡലങ്ങളിലെ ആളുകളോടാണ് ഇത്തരത്തിൽ നിർദ്ദേശങ്ങളൊക്കെ തന്നെ നൽകിയിട്ടുള്ളത്. മാത്രവുമല്ല അവശ്യഘട്ടങ്ങളിൽ പ്രതിരോധിക്കാൻ സൈന്യത്തിന്റെ പരിശീലനം, പാക് സൈന്യം അവിടെ പരിശീലനം നടത്തുന്നതടക്കമുള്ള റിപ്പോർട്ടുകളും ഈ ഘട്ടത്തിൽ പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. ഏതായാലും അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യക്ക് കാര്യങ്ങൾ വളരെ അനുകൂലമാകുന്നുണ്ട്. പ്രത്യേകിച്ച് US വൈസ് പ്രസിഡന്റ് വീണ്ടും ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഇന്ത്യക്കൊപ്പം നിൽക്കുമെന്ന് ആവർത്തിച്ചിട്ടുണ്ട്. വീണ്ടും രംഗത്ത് വന്നിരിക്കുകയാണ്. കാരണം ഇതിന്റെ ആക്രമണം നടത്തിയവരെ മാത്രമല്ല, ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ പാകിസ്ഥാൻ അത്തരത്തിൽ അന്വേഷണവുമായി സഹകരിക്കണം എന്ന നിർദ്ദേശം കൂടി ഇപ്പോൾ US-ന്റെ ഭാഗത്ത് നടക്കുന്നുണ്ട്. US ആകട്ടെ അറബ് മേഖലയിലെ രാജ്യങ്ങളുടെ പാകിസ്ഥാൻ ആകട്ടെ അറബ് മേഖലയിൽ നിന്നുള്ള രാജ്യങ്ങളുടെ പിന്തുണ ഉറപ്പാക്കാനുള്ള ശ്രമങ്ങൾ നടത്തി വരികയാണ്. പ്രത്യേകിച്ച്
സൗദി അറേബ്യയും ഖത്തറും ഒക്കെ അടക്കമുള്ള രാജ്യങ്ങൾ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇന്ത്യക്ക് പിന്തുണ അർപ്പിച്ചുകൊണ്ട് രംഗത്ത് വരുന്ന സാഹചര്യമുണ്ടായി. പക്ഷേ പാകിസ്ഥാൻ അവരെ ഒപ്പം നിർത്താനുള്ള ചില ചർച്ചകളൊക്കെ തന്നെ നടക്കുന്നുണ്ട്. ആ ഘട്ടത്തിലാണ് US-ന്റെ ഭാഗത്ത് നിന്ന് ഇത്തരമൊരു പ്രതികരണം ഉണ്ടാകുന്നതെന്ന് കൂടി ഇതിനോടൊപ്പം എടുത്തു വായിക്കേണ്ട കാര്യമാണ്. മാത്രവുമല്ല ഇന്ത്യ ആകട്ടെ അന്താരാഷ്ട്ര തലത്തിൽ പാകിസ്ഥാനെ ഒറ്റപ്പെടുത്തുന്ന നടപടികൾ, പ്രത്യേകിച്ച് IMF-ന്റെ അടക്കം നിരോധനം ഏർപ്പെടുത്തുന്ന കാര്യത്തിൽ ചില നിർണായകമായ നീക്കങ്ങൾ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് നടക്കുന്നുണ്ട്. അതായത് ഈ ഭീകരവാദത്തിന് പ്രോത്സാഹനം നൽകുന്നതിന് ഫണ്ട് ചെയ്യുന്നത് പാകിസ്ഥാനാണെന്ന വാദം ലോകവേദികളിലൊക്കെ തന്നെ ഉന്നയിക്കാനുള്ള നീക്കമാണ് ഇന്ത്യയുടെ ഭാഗത്ത് നടക്കുന്നത്. അങ്ങനെ പലതരത്തിൽ പാകിസ്ഥാനെതിരെ നിലപാട് കടുപ്പിക്കുന്ന സാഹചര്യത്തിലേക്ക് ഇന്ത്യ ഇപ്പോൾ ഈ ഘട്ടത്തിൽ നീങ്ങുകയാണ്. രാകേഷ്, ഇതോടൊപ്പമാണ് നമ്മുടെ റഫേൽ വിമാനങ്ങൾ, ഇന്ത്യയുടെ റഫേൽ വിമാനങ്ങൾ അതിർത്തി കടന്നു എന്നൊരു ആരോപണം പാകിസ്ഥാൻ ഉന്നയിക്കുന്ന ഒരു സാഹചര്യം കൂടിയുള്ളത്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതാണ്. കര, വ്യോമ, നാവിക സേനകളെല്ലാം സജ്ജമാണ്. അവർ അതിർത്തിയിലേക്ക് മൂവ് ചെയ്തിട്ടുണ്ട് എന്ന വിവരങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ പലയിടത്തു നിന്നായി വരുന്നുണ്ടായിരുന്നു. ആ സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു ആരോപണം പാകിസ്ഥാൻ ഉന്നയിക്കുന്നത് എങ്ങനെയാണ് ഇന്ത്യ നേരിടുന്നത്? ശ്രീജ, പാകിസ്ഥാൻ അത്തരമൊരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യയുടെ യുദ്ധവിമാനങ്ങൾ അതിർത്തി കടന്നു, വ്യോമാതിർത്തി കടന്നു എന്ന വാദമാണ് പാകിസ്ഥാൻ ഉന്നയിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് പാക് സൈന്യം തന്നെ അക്കാര്യം പറയുകയുണ്ടായി. പാക് മാധ്യമങ്ങൾ അത് ഏറ്റെടുക്കുകയും ചെയ്തു. പക്ഷേ സേനയുടെ ഭാഗത്തുനിന്ന് അത് തള്ളിക്കളയുന്ന നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. കാരണം അത്തരമൊരു നടപടി ഏതായാലും ഈ ഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല. പാകിസ്ഥാൻ ഈ ഭീതി കാരണം ഇത്തരത്തിൽ അന്താരാഷ്ട്ര സമൂഹത്തിനൊക്കെ ഒപ്പം നിർത്താനുള്ള ചില ശ്രമങ്ങൾ നടത്തുന്നതിന്റെ പൊടിക്കൈയായാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. ഏതായാലും വ്യോമാതിർത്തി ലംഘിച്ചിട്ടില്ല എന്ന് വ്യോമസേന അടക്കം ആവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ പാകിസ്ഥാൻ വലിയ രീതിയിലുള്ള ആശങ്ക ഈ ഘട്ടത്തിൽ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം പല നേതാക്കളുടെ അടക്കം പാക് പ്രധാനമന്ത്രി ഉൾപ്പെടെ പല നേതാക്കളുടെയും പ്രസ്താവനകൾ നമ്മൾ കണ്ടതാണ്. കാരണം അവരെല്ലാം തന്നെ ഇത്തരത്തിൽ ആശങ്കയാണ് പങ്കുവച്ചത്. പ്രത്യേകിച്ച് മണിക്കൂറുകളടക്കം പറഞ്ഞുകൊണ്ട് ഇന്ത്യ ആക്രമിക്കും അടക്കമുള്ള പരാമർശങ്ങൾ അവർ നടത്തുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ വ്യോമാതിർത്തി ഇന്ത്യൻ വ്യോമസേന വിമാനങ്ങൾ മറികടന്നു, ലംഘിച്ചു എന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്. ഏതായാലും അക്കാര്യം വ്യോമസേന ഇതിനോടൊപ്പം തന്നെ നിഷേധിച്ചിട്ടുണ്ട്. അത്തരമൊരു നീക്കം ഇതുവരെ ഉണ്ടായിട്ടില്ല. പക്ഷേ ഏത് നിമിഷം വേണമെങ്കിലും അത്തരമൊരു ആക്രമണം നടത്താൻ സജ്ജമാണെന്ന് കൂടി സൈന്യം ആവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്നലെ നാവികസേന മേധാവിയും അത്തരമൊരു പ്രസ്താവന നടത്തിയിട്ടുണ്ട്. കാരണം അവിടെ അറബിക്കടലിൽ മെയ് 3 വരെ, അതായത് ഇന്ന് വരെയാണ് അഭ്യാസ പ്രകടനങ്ങൾ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള പ്രകോപനം ഉണ്ടായാൽ ഒരുപക്ഷെ നാവികസേനയുടെ ഭാഗത്തുനിന്നായിരിക്കും ആദ്യഘട്ടത്തിലുള്ള നടപടി എന്ന പ്രതികരണം പോലും സേനയുടെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട്. അങ്ങനെ എല്ലാ സേനകളും സജ്ജമാണ്. ഒരു തിരിച്ചടി ഏത് നിമിഷം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. ശ്രീജ, രാകേഷാണ് വിശദമായ വിവരങ്ങൾ നാഷണൽ ഡെസ്കിൽ നിന്ന് നൽകിയത്. മറ്റു വാർത്തകളിലേക്ക് പോകാം. ബജ്രംഗൾ നേതാവ് സുഹാസ് ഷെട്ടിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കി. സംഭവത്തിൽ കൂടുതൽ രാഷ്ട്രീയ ആക്രമണങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ട്. തുടർച്ചയായ 2 കൊലപാതകങ്ങൾ ഉണ്ടായ പശ്ചാത്തലത്തിൽ മംഗളൂരുവിൽ അതീവ ജാഗ്രത തുടരുകയാണ്. KV ബൈജു വിവരങ്ങളുമായി. ബൈജു, ഇതിനിടെ ഈ സമൂഹ മാധ്യമങ്ങളിൽ മതസ്പർദ്ധ ഉണ്ടാക്കുന്ന രീതിയിലുള്ള പ്രചരണത്തിലൊക്കെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ കേസെടുക്കുന്നുണ്ട്. പക്ഷേ ഈ തുടർച്ചയായ 2 കൊലപാതകങ്ങൾ ഉണ്ടാവുന്നു. പട്ടാപ്പകൽ നടക്കുന്ന ഒരു കൊലപാതകത്തിൽ തെളിവ്, അതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വരുന്നു. എന്നിട്ടും പോലീസിന് ആ വിഷയത്തിൽ ഒരു തുമ്പുണ്ടാക്കാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ അതിലൊരു അസ്വാഭാവികതയുണ്ട്. എന്താണ് പോലീസ് ഇപ്പോൾ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് നൽകുന്ന വിവരങ്ങൾ? ശ്രീജ, നിലവിൽ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരമനുസരിച്ച് 6 പേർ പോലീസ് കസ്റ്റഡിയിലുണ്ട്. ഏതായാലും ഈ കൊലപാതകവുമായി ബന്ധമുള്ളവരാണോ ഇവരെന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഇതുവരെ ലഭിച്ചിട്ടില്ല. എന്തായാലും 6 പേർ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലുണ്ട്. അതിനൊപ്പം എടുത്തു പറയേണ്ടത് മംഗളൂരു പരിസര പ്രദേശങ്ങളിൽ ഇപ്പോഴും സംഘർഷാവസ്ഥ നിലനിൽക്കുന്നുണ്ട് എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനം. ഇന്റലിജൻസ് റിപ്പോർട്ടുണ്ട്. അതായത് തുടർ രാഷ്ട്രീയ ആക്രമണങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടുണ്ട്. ഏതായാലും 5 SP-മാർക്കാണ് മംഗളൂരു നഗരത്തിന്റെ ചുമതല നൽകിയിട്ടുള്ളത്. അതുകൂടാതെ 1000-ഓളം പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്, സായുധ പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്. നഗരം മുഴുവൻ പോലീസ് വലയത്തിലാണ്. അതായത് സംഘർഷബാധിത പ്രദേശങ്ങൾ, പ്രത്യേകിച്ച് ഈ തീരദേശ മേഖലകളിലൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ഈ തരത്തിൽ സംഘർഷം വ്യാപിക്കുന്ന ഒരു പ്രദേശമാണ്. ഈ മേഖലകളിലെല്ലാം വലിയ തോതിൽ പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്. ഇന്ന് നിരവധി പരീക്ഷകൾ നടക്കാനുണ്ട് മംഗലാപുരത്ത്. അതെല്ലാം ഇന്ന് മാറ്റിവെച്ചതായി വിവിധ കോളേജുകൾ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഇപ്പോഴും മംഗളൂരുവും പരിസര പ്രദേശങ്ങളിലും സംഘർഷാവസ്ഥ നിലനിൽക്കുന്നു. ഇന്നലെ രാത്രി 3 ഇടങ്ങളിൽ അക്രമമുണ്ടായി.
ബണ്ട്വാൾ, അതുപോലെ തന്നെ ഉടുപ്പി, അതോടൊപ്പം BC റോഡ്, ഈ 3 സ്ഥലങ്ങളിൽ 3 പേർക്ക് കുത്തേറ്റിട്ടുണ്ട്. അതിന്റെ ഒരു CCTV ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. മത്സ്യം വിൽപ്പന നടത്തുന്നവർക്കെതിരെ ഒക്കെയാണ് ഇത്തരത്തിൽ അക്രമം ഉണ്ടായത്. അതായത് പ്രധാനമായും ഈ വാട്സാപ്പുകളിൽ, സമൂഹ മാധ്യമങ്ങളിൽ വലിയ തോതിൽ വ്യാജ പ്രചരണം നടക്കുന്നു എന്നതാണ് മംഗളൂരിലെ ഏറ്റവും പോലീസിനെ തലവേദന ഉണ്ടാക്കുന്നത്. ഇത്തരം സംഭവങ്ങളിൽ 20ഓളം പേർക്കെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. തുടർന്നും ഇത്തരത്തിൽ ഈ വിധത്തിലുള്ള പ്രവൃത്തികളിൽ ഏർപ്പെടുന്നവർക്കെതിരെ കേസ് എടുക്കുമെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഏതായാലും ADGP മംഗളൂരുവിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. 6 പേരാണ് നേരിട്ട് ഈ കൃത്യത്തിൽ പങ്കെടുത്തത്. അതിന്റെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അത് നമ്മൾ പുറത്തുവിട്ട സംഭവം കൂടിയാണ്. ഏതായാലും ഈ കസ്റ്റഡിയിലുള്ളവരെ ഇപ്പോഴും ചോദ്യം ചെയ്യുന്നുണ്ട്. ഇവരാണോ കൊലപാതകം നടത്തിയ കാര്യത്തിൽ ഇതുവരെ ഒരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. 12 മണിക്ക് സിറ്റി പോലീസ് കമ്മീഷണറുടെ വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തിട്ടുണ്ട്. ഇതുവരെ ഉണ്ടായ ഈ സംഭവവുമായി ബന്ധപ്പെട്ട സ്ഥിതിഗതികൾ ഈ വാർത്താ സമ്മേളനത്തെ വിശദീകരിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇന്നലെ വിശ്വ ഹിന്ദു പരിഷത്ത് മംഗളൂരുവിൽ ബന്ദ് ആഹ്വാനം ചെയ്തിരുന്നു, ബന്ദ് ആചരിച്ചിരുന്നു. ഈ ബന്ദിൽ വിവിധയിടങ്ങളിൽ സംഘർഷമുണ്ടായിരുന്നു. ഇത് 2 സ്വകാര്യ ബസ്സുകൾക്ക് നേരെ കല്ലേറുണ്ടായിരുന്നു. ഇത്തരം സംഭവങ്ങളിലെല്ലാം പോലീസ് കേസ് എടുത്തിട്ടുണ്ട്. ഏതായാലും സംഘർഷം വ്യാപിക്കാതിരിക്കാൻ വലിയ ജാഗ്രതയിലാണ് മംഗളൂരുള്ളത്. അതോടൊപ്പം എടുത്തു പറയേണ്ടത് കേരള കർണാടക അതിർത്തിയിലാണ്. കേരളത്തിലും സുരക്ഷ ഇത്തരത്തിൽ പോലീസ് കൂടുതൽ വിന്യസിച്ചിട്ടുണ്ട്, പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്. അതിർത്തിയിലാണ്, പ്രത്യേകിച്ച് തലപ്പാടി അതിർത്തിയിലൊക്കെ വലിയ തോതിൽ പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്. കാരണം ഏതെങ്കിലും തരത്തിൽ കേരളത്തിലേക്ക്, അതായത് കാസർഗോഡ് ജില്ലയിലേക്ക് ഈ സംഘർഷം വ്യാപിക്കാതിരിക്കാനുള്ള മുൻകരുതലുകൾ കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. ഏതായാലും ഇപ്പോഴും സംഘർഷാവസ്ഥക്ക് അയവ് വന്നിട്ടില്ല. ഒരു തുടർ രാഷ്ട്രീയ ആക്രമണം ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇന്റലിജൻസ് റിപ്പോർട്ടുള്ളത്. അതുകൊണ്ട് വലിയ ജാഗ്രതയിൽ തന്നെയാണ് മംഗളൂരിലുള്ളത്. നേരത്തെ മലയാളിയായ അഷ്റഫിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് 21 പേരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇനിയും 10 പേരെ ആ കേസിലും പിടികൂടാനുണ്ട്. ഈ സുഹാസ് ഷെട്ടിയുടെ കൊലപാതകത്തിൽ ഇതുവരെ ഒരു പ്രതികളെയും പിടികൂടിയിട്ടില്ല എന്നതും വലിയ പ്രതിഷേധം ഉയർത്തിയിട്ടുണ്ട്. ഏതായാലും NIA അന്വേഷിക്കണമെന്നൊരു ആവശ്യം വിശ്വ ഹിന്ദു പരിഷത്തിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഏതായാലും വിശ്വ ഹിന്ദു പരിഷത്തിന്റെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധമൊക്കെ നടക്കുകയാണ്. നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മംഗളൂരുവിൽ ഏതെങ്കിലും തരത്തിൽ ഈ സംഘർഷം വ്യാപിക്കാതിരിക്കാൻ കൂടിയാണ് അത്തരമൊരു നടപടി. ഇന്നലെയാണ് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചത്. ഇന്നും ഈ നിരോധനാജ്ഞ നിലനിൽക്കുന്നുണ്ട്. മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സംഘർഷം വലിയ തോതിൽ ആശങ്കയുണ്ടാക്കുന്നുണ്ട്. കാരണം മംഗളൂരുവിൽ ഉൾപ്പെടെ, ആശുപത്രികളിൽ ഉൾപ്പെടെ പലരും ആശ്രയിക്കുന്നത് ആണ്. അതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് പോകാൻ കഴിയാത്തൊരു സാഹചര്യം, ഏത് സമയത്തും ഒരു ഹർത്താൽ പോലെ ഉണ്ടാകാനുള്ള ഒരു പ്രതീതിയാണ് മംഗളൂരുവിലുള്ളത്. ഏതായാലും ഇന്ന് കനത്ത ജാഗ്രത തുടരുകയാണ്. വലിയ അക്രമ സംഭവങ്ങളൊന്നും രാത്രി ഇന്നലെ ഉണ്ടായിട്ടില്ല എന്നത് ആശ്വാസകരമാണ്. അപ്പോഴും ഏത് സമയത്തും ഒരു അക്രമം ഉണ്ടാകുമെന്ന ഒരു ഇന്റലിജൻസ് റിപ്പോർട്ടുള്ളത് ആശങ്ക ഉയർത്തുന്ന കാര്യവുമാണ്. ശ്രീജ, ശരി. KV ബൈജു ആണ് വിശദമായ വിവരങ്ങൾ നൽകിയത് കാസർഗോഡ് നിന്ന്. സംവിധായകർ പ്രതികളായ കഞ്ചാവ് കേസിൽ ഛായാഗ്രാഹകൻ സമീർ താഹിറിനെ വൈകാതെ ചോദ്യം ചെയ്യും. ചോദ്യം ചെയ്യലിന് ഹാജരാകാനുള്ള നോട്ടീസ് സമീർ താഹിറിന് എക്സൈസ് നൽകിയിട്ടുണ്ട്. സംവിധായകർക്ക് കഞ്ചാവ് എത്തിച്ചു നൽകിയ ആളെക്കുറിച്ച് വിശദമായ വിവരങ്ങൾ ലഭിച്ചെങ്കിലും ഇയാളെ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇയാളെ പരിചയപ്പെടുത്തിയ സംവിധായകരുടെ സുഹൃത്തിനെ കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്തിരുന്നു. ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങളുമായി. ആജ്ഞ, 2 പ്രധാനപ്പെട്ട സംഭവങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഒന്ന്, ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസ് സംഭവിക്കുന്നു. അതിന് പിന്നാലെ കൊച്ചിയിൽ നടക്കുന്ന പരിശോധനകൾ, അതിൽ ഈ ഖാലിദ് റഹ്മാനും അഷ്റഫ് ഹംസയും പിടിക്കപ്പെടുന്ന സാഹചര്യവും. പക്ഷേ ഇതിൽ എത്രത്തോളം എക്സൈസിന് മുന്നോട്ട് പോകാനായിട്ടുണ്ട്? സമീർ താഹിറിന്റെ ഒരു ചോദ്യം ചെയ്യൽ എപ്പോഴുണ്ടാകും? എന്തൊക്കെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? ശ്രീജ, കഴിഞ്ഞ 30-ാം തീയതി, ഏപ്രിൽ 30-ാം തീയതി സമീർ താഹിറിന് ചോദ്യം ചെയ്യാനുള്ള നോട്ടീസ് എക്സൈസ് അയച്ചിട്ടുണ്ട്. അത് രജിസ്റ്റേർഡ് പോസ്റ്റായിട്ടാണ് അയച്ചിട്ടുള്ളതെന്നാണ് എക്സൈസ് ഓഫീസേഴ്സ് അറിയിച്ചിരിക്കുന്നത്. അങ്ങനെയാണ്. അതേസമയം നേരത്തെ തന്നെ പിടിയിലായിട്ടുള്ള ഖാലിദ് റഹ്മാനും അതുപോലെ അഷ്റഫ് ഹംസയ്ക്കും കഞ്ചാവ് എത്തിച്ച ആളെ പറ്റിയുള്ള വിവരം എക്സൈസിന് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഇവർക്കൊപ്പം പിടികൂടിയ ഷാലിഹ് എന്ന ആൾ ആണ് ഇവർക്ക് കഞ്ചാവ് എത്തിച്ചതെന്ന് പറയപ്പെടുന്നുണ്ടെങ്കിലും ഇയാളെ തൽക്കാലം പ്രതി ചേർക്കേണ്ട സാഹചര്യമില്ല എന്നാണ് എക്സൈസ് വിലയിരുത്തൽ. മാത്രമല്ല 6 ഗ്രാം കഞ്ചാവായിരുന്നു ഇവരിൽ നിന്നും, 1.6 ഗ്രാം കഞ്ചാവായിരുന്നു, 1.9 ഗ്രാം കഞ്ചാവായിരുന്നു ഇവരിൽ നിന്ന് പിടിച്ചെടുത്തത്. ഇത് വളരെ ചെറിയ ഒരു അളവ് മാത്രമാണ്. അതായത് ലാബിലെ പരിശോധനയ്ക്ക് പോലും ഈ 25 ഗ്രാമിൽ കുറയാത്ത അളവിലുള്ള
എന്ത് വസ്തുവകളായാലും ഇത്തരം പിടിച്ചെടുക്കുന്ന വസ്തുവകൾ എത്തിക്കണം എന്നുള്ള നിയമം ബാക്കിയിരിക്കുക. ഈ 1.5 ഗ്രാം കഞ്ചാവ് എന്ന് പറയുന്നത് വളരെ ചെറിയ അളവിലുള്ള ഒരു അളവുള്ളതായതുകൊണ്ടും അത് മാത്രമല്ല ഇത് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കാവുന്ന കേസ് ആയതുകൊണ്ടും അത് ആ സമയത്ത് തന്നെ വിട്ടയച്ചിരുന്നു. പക്ഷേ ഇവരുടെ കൈവശം ഇത് അളക്കാനുള്ള പൊടിക്കാനുള്ള ഉപകരണവും അതുപോലെ തന്നെ വെയിങ് മെഷീനും അതുപോലെ തന്നെ വലിക്കാനുള്ള ഉപകരണങ്ങളും ഒക്കെ കണ്ടെത്തിയത് നിരന്തരം ഇവര് കഞ്ചാവ് ഉപയോഗിക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്നുള്ള ഒരു നിഗമനത്തിലാണ് എക്സൈസ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് സാഹിദ് അമീറിന്റെ ഫ്ളാറ്റാണ് ഉപയോഗിച്ചത്, അന്ന് ഫ്ളാറ്റിൽ നിന്നാണ് പിടികൂടിയത്. അതുകൊണ്ട് സാഹിദ് അമീറിന്റെ അനുമതിയോട് കൂടിയാണോ സമീർ താഹിറിന്റെ അനുമതിയോട് കൂടിയാണോ ഇത്തരം കഞ്ചാവ് ഉപയോഗങ്ങൾ നടന്നിട്ടുള്ളത് എന്നുള്ള ഒരു സാഹചര്യം കൂടി കണക്കാക്കുന്നുണ്ട്. സമീർ താഹിറിന്റെ അനുമതിയോട് കൂടിയാണെങ്കിൽ അയാളെ കേസിൽ പ്രതി ചേർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അത് സമീർ താഹിറിന്റെ ചോദ്യം ചെയ്യലിന് ശേഷമേ ഇക്കാര്യത്തിൽ വ്യക്തതയുണ്ടാവുകയുള്ളൂ. അത് മാത്രമല്ല, ഇപ്പോൾ നിലവിൽ ഇവർക്കൊപ്പം പിടിച്ച പ്രവാസി, അത് ഷാലിഖ് മുഹമ്മദ് എന്ന പ്രവാസിയെ പ്രതി ചേർക്കേണ്ട സാഹചര്യമില്ല. പക്ഷെ എക്സൈസിന് ഇവർക്ക് കഞ്ചാവ് എത്തിച്ച ആളെ പറ്റി വിവരം ലഭിച്ചിട്ടുണ്ട്. അയാളെ ഇതുവരെ പിടികൂടാനായിട്ടില്ല. പക്ഷെ ഈ ഫ്ളാറ്റ് സംബന്ധിച്ച് നേരത്തെ തന്നെ ഇത്തരം സംശയങ്ങൾ ഉള്ളതിനാൽ, പരാതികളും നിരന്തരമുള്ളതിനാൽ ഫ്ളാറ്റ് കേന്ദ്രീകരിച്ചാണ് എക്സൈസിന്റെ അന്വേഷണം. അത് തുടരുമെന്ന് തന്നെയാണ് എക്സൈസ് ഉദ്യോഗസ്ഥർ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും സമീർ താഹിറിന്റെ ഫ്ളാറ്റിൽ വെച്ച് നടത്തിയിട്ടുള്ള കഞ്ചാവ് ഉപയോഗമായതിനാൽ ഇയാളുടെ പങ്ക് പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് സമീർ താഹിറിനെ ചോദ്യം ചെയ്യാൻ കഴിഞ്ഞ ദിവസം എക്സൈസ് നോട്ടീസ് അയച്ചിട്ടുള്ളത്. അത് അയാൾക്ക് ലഭിച്ചുവെന്നാണ് എക്സൈസ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ചോദ്യം ചെയ്യൽ ഉടൻ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഈ വളരെ ചെറിയ അളവ് എന്നുള്ളത് സ്റ്റേഷൻ ജാമ്യത്തിലുള്ള കേസ് ആയതുകൊണ്ട് കേസ് അത്ര ബലം അല്ലെങ്കിൽ സംവിധായകരെ കൊടുക്കാനോ അല്ലെങ്കിൽ സമീർ താഹിറിനെ കൊടുക്കാനോ പാകത്തിന് ബലമുള്ള കേസല്ല. പക്ഷെ തുടരന്വേഷണത്തിൽ എന്തെങ്കിലും തെളിവുകളോ സാധ്യതകളോ ഉണ്ടോ എന്നാണ് എക്സൈസ് അന്വേഷിക്കുന്നത്. ശ്രീജ. ശരി, ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. കൈക്കൂലി കേസിൽ അറസ്റ്റിലായ കൊച്ചി കോർപ്പറേഷനിലെ ബിൽഡിംഗ് ഇൻസ്പെക്ടർ എ സ്വപ്നയുടെ സ്വത്ത് വിവരങ്ങൾ സംബന്ധിച്ച് വിശദമായ അന്വേഷണത്തിന് ഒരുങ്ങുകയാണ് വിജിലൻസ്. ഔദ്യോഗിക കാലയളവിൽ സ്വപ്ന വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചിട്ടുണ്ടോ എന്നാണ് പരിശോധിക്കുന്നത്. ഒപ്പം മുൻപ് നൽകിയ ബിൽഡിംഗ് പെർമിറ്റുകളുടെ രേഖകളിലും വിജിലൻസ് പരിശോധന നടത്തും. ആജ്ഞ തന്നെ വിശദാംശങ്ങൾ നൽകും. ആജ്ഞ, ഇവരെ വിജിലൻസിന്റെ പിടിയിലാവുന്ന ദൃശ്യങ്ങളൊക്കെ വന്ന സമയത്ത് ഇവർ സ്ഥിരമായി ഇത്തരം കാര്യങ്ങളിൽ ഏർപ്പെടുന്ന ആളാണ്, അങ്ങനെയൊക്കെ പലയിടത്തും വാർത്തകളൊക്കെ വന്നിരുന്നു. പക്ഷെ അതിനും അപ്പുറത്ത് തെളിവുണ്ടോ എന്നതാണ്, ഇവർ കൈക്കൂലി വാങ്ങിയതിന് തെളിവുണ്ടോ, അത് എങ്ങനെ കണ്ടുപിടിക്കാനാണ് ഇപ്പോൾ വിജിലൻസ് ആലോചിക്കുന്നത്. ഇവർ മുൻപ് നൽകിയ ബിൽഡിംഗ് പെർമിറ്റുകളുടെ ഉടമകളുമായൊക്കെ വിജിലൻസ് സംസാരിക്കുന്നുണ്ടോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? ഷീജ, വിജിലൻസിന്റെ നിർദ്ദേശപ്രകാരമാണ് സ്വപ്നയ്ക്ക് ഇത്തവണ പണം കൈമാറിയവർക്ക് പണം നൽകിയത് എന്നുള്ളൊരു സാഹചര്യം കൂടി കണക്കിലെടുക്കുമ്പോൾ നേരത്തെ സ്വപ്ന നൽകിയിട്ടുള്ള ബിൽഡിംഗ് പെർമിറ്റുകളുടെ ഡീറ്റെയിൽസ് പരിശോധിച്ചു വരികയാണ് വിജിലൻസ്. മാത്രമല്ല, ഔദ്യോഗിക കാലയളവിൽ സ്വപ്ന സമ്പാദിച്ചിട്ടുള്ള സ്വപ്നയുടെ സമ്പാദ്യം അതിന്റെ സ്വത്ത് വിവരത്തെ പറ്റി ഉള്ള കണക്കെടുപ്പിൽ കൂടിയാണ് വിജിലൻസ് ഇപ്പോൾ ഉള്ളത്. അനധികൃത സ്വത്ത് സമ്പാദനത്തിലേക്ക് പോയിട്ടുണ്ടോ ഇവർ എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരാനുണ്ട്. അതേസമയം കൊച്ചി മേയറുടെ നിർദ്ദേശപ്രകാരം സ്വപ്നയെ ജോലിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. കോടതി റിമാൻഡ് ചെയ്തതിനെ തുടർന്ന് നിലവിൽ ജയിലിലാണ്. എന്തായാലും വിജിലൻസ് കൂടുതൽ അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുകയാണ്. നേരത്തെ സ്വപ്ന നൽകിയിട്ടുള്ള ബിൽഡിംഗ് പെർമിറ്റുകളുടെ ഡീറ്റെയിൽസ് ആണ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ ഗ്രേഡ് 1 ഓവർസിയറാണ്, ബിൽഡിംഗ് പെർമിറ്റ് സെഷനിലാണ് അതിന്റെ ഉത്തരവാദിത്തമുള്ള ഓവർസിയറായാണ് നിലവിൽ ജോലി നോക്കുന്നത്. സ്വപ്നയ്ക്ക് ഈ അസൈൻമെന്റ് കിട്ടിയ ശേഷമുള്ള ബിൽഡിംഗ് പെർമിറ്റുകളുടെ ഡീറ്റെയിൽസ് ആണ് വിജിലൻസ് അന്വേഷിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് മാത്രമല്ല, ഈ ബിൽഡിംഗ് പെർമിറ്റുകൾ നൽകാൻ വേണ്ടി സ്വപ്ന അവരോടൊക്കെ കൈക്കൂലി വാങ്ങിയോ എന്ന് ഇത് ബിൽഡേഴ്സിനോട് അന്വേഷിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും സ്വപ്നയുടെ സ്വത്ത് വിവരത്തെ പറ്റി ഉള്ള അന്വേഷണത്തിലാണ് വിജിലൻസ്. അത് പ്രത്യേകിച്ചും ഔദ്യോഗിക കാലയളവിൽ സ്വപ്ന സമ്പാദിച്ച സ്വത്ത് വിവരത്തെ പറ്റിയാണ് അന്വേഷിക്കുന്നത്. അനധികൃതമായ സ്വത്ത് സമ്പാദനം നടത്തിയിട്ടുണ്ടോ എന്നുള്ള വിവരവും വിജിലൻസ് അന്വേഷിക്കും. ശ്രീജ. ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. സംസ്ഥാനത്ത് ഇന്നലെ നമ്മൾ കണ്ടത് ഒരു വല്ലാത്ത മഴയായിരുന്നു. തിരുവനന്തപുരം നഗരത്തിലൊക്കെ പ്രത്യേകിച്ച് വളരെ കുറഞ്ഞ സമയം കൊണ്ട് നഗരത്തിന്റെ മിക്ക ഭാഗങ്ങളിലും വെള്ളം കയറുന്ന ഒരു സ്ഥിതിയൊക്കെ ഉണ്ടായി. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും സമാനമായ രീതിയിൽ മഴ തുടരും എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ചൊവ്വാഴ്ച വരെ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ പ്രവചനം. തലസ്ഥാന നഗരത്തിൽ ഇന്നലെ രാത്രി പെയ്ത ശക്തമായ മഴ യാത്രക്കാരെയും ഒക്കെ കാര്യമായി വലച്ചു. താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം വെള്ളം കെട്ടി
വി വിനോദ് വിവരങ്ങളുമായി. വിനോദ്, ഒരു ചെറിയ മഴക്കാറ് കണ്ടാണ് ഓഫീസിൽ നിന്ന് ഇറങ്ങിയത്. പക്ഷെ വീട്ടിലെത്തുമ്പോഴേക്കും ഏതാണ്ട് അരമണിക്കൂറിനുള്ളിൽ നഗരം മുഴുവൻ വെള്ളത്തിനടിയിലായി. വണ്ടിക്ക് കടന്നു പോകാൻ പറ്റാത്ത വിധത്തിൽ വെള്ളക്കെട്ടുണ്ടാവുന്നതായിരുന്നു കണ്ടത്. അത്ര കുറഞ്ഞ സമയം കൊണ്ട് വെള്ളം കയറുന്ന സ്ഥിതിയുണ്ടായി. അത്ര ശക്തമായ മഴയുമായിരുന്നു. ഇന്നിപ്പോൾ ഈ രാവിലെ ആയപ്പോഴത്തേക്കും ആ വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ടോ? കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മറ്റ് അറിയിപ്പുകൾ എന്തൊക്കെയാണ്? വേനൽ മഴയാണ് അനുഭവപ്പെട്ടത് ശ്രീജ. മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. തിരുവനന്തപുരത്ത് വെള്ളായണിയിൽ മാത്രം 77 മില്ലിമീറ്ററാണ് ഏതാണ്ട് 1 മണിക്കൂർ കൊണ്ട് 1.5 മണിക്കൂർ കൊണ്ട് മഴ അനുഭവപ്പെട്ട് രേഖപ്പെടുത്തിയത്. അതിൻ്റെ ഒരു അളവായി. ഏതായിരുന്നാലും ഇപ്പോൾ കഴിഞ്ഞ ദിവസം വൈകിട്ടോടുകൂടി തന്നെ ഈ മഴ തുടങ്ങി കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ തമ്പാനൂർ ഉൾപ്പെടെയുള്ള ചില പ്രദേശങ്ങളിൽ വെള്ളക്കെട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. മഴയ്ക്കും ശമനമുണ്ട്. രാവിലെ ഇപ്പോൾ തെളിഞ്ഞ കാലാവസ്ഥയാണ്. ഈ മഴ പെയ്യുന്നതിൻ്റെ ഒരു സാധ്യതയില്ല. പക്ഷേ മുന്നറിയിപ്പ് വന്നിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, കാസർഗോഡ് ഈ 3 ജില്ലകളിൽ രാവിലെ 1 മണിക്കുള്ള ഒരു അറിയിപ്പാണ് വന്നിട്ടുള്ളത്. അതിൽ 3 മണിക്കൂർ നേരത്തേക്കുള്ള ഒരു പ്രവചനമാണ്. അതിൽ തിരുവനന്തപുരം, കൊല്ലം, കാസർഗോഡ് ഈ ജില്ലകളിൽ നേരിയ മഴയോ അല്ലെങ്കിൽ ഇടത്തരം മഴയോ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ അനുഭവപ്പെടുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വയനാട്, കണ്ണൂർ, കോഴിക്കോട് ഈ 3 ജില്ലകളിൽ ഇടിയോട് കൂടിയുള്ള മഴ. അങ്ങനെ 6 ജില്ലകൾക്കാണ് ഇന്നിപ്പോൾ രാവിലെയുള്ള ഏറ്റവും ഒടുവിലത്തെ മുന്നറിയിപ്പ് വന്നിട്ടുള്ളത്. നേരത്തെ തന്നെ വേനൽ മഴയിൽ ഏതാണ്ട് 30% വർധന ഉണ്ടായിരുന്നതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരുന്നു. ഇപ്പോൾ ഉള്ളൊരു സാഹചര്യം കടുത്ത വേനൽ അനുഭവപ്പെടുകയായിരുന്നു. ഈ മഴ കൊണ്ടുള്ള ഒരു മെച്ചം ഡാമുകളിൽ ആ സംഭരണശേഷി ഒന്നുകൂടി വർദ്ധിക്കുന്നു എന്നതാണ്. കുടിവെള്ള വിതരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ പ്രതിസന്ധി ജൂണിന് മുൻപ് അങ്ങനെ ഡാമുകൾ വറ്റിപ്പോകുന്ന സാഹചര്യം അത് ഒഴിവാകുന്നതിന് ഇടയാക്കിയിട്ടുണ്ട്. വ്യാപകമായി തന്നെ മഴ അനുഭവപ്പെടുന്നുണ്ട്. ഏതായിരുന്നാലും വേനൽ മഴയുടെ അളവിൽ കൂടുതൽ ലഭിച്ചിട്ടുണ്ട്. ഇന്നും മഴ മുന്നറിയിപ്പ് നിലനിൽക്കുന്നുണ്ട് ശ്രീജ. ശരി, വി വിനോദാണ് വിവരങ്ങൾ നൽകിയത്. അടുത്ത 5 ദിവസത്തേക്കാണ് മഴ മുന്നറിയിപ്പുള്ളത്. വടക്കൻ കേരളത്തിലൊക്കെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന നിർദ്ദേശം വരുന്നുണ്ട്. അപ്പോൾ മലയോര മേഖലയിലുള്ളവരൊക്കെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. കാരണം വളരെ ശക്തമായ മഴയാണ് പെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് മരങ്ങൾ പൊട്ടി വീഴാനും ഒക്കെ സാധ്യതയുണ്ട്. അപ്പോൾ വളരെ ശ്രദ്ധയോടെ മഴയുണ്ടെങ്കിൽ പരമാവധി അത്തരം ഭാഗങ്ങളിലൂടെയുള്ള യാത്രയൊക്കെ ഒഴിവാക്കുന്ന തരത്തിൽ ഒരു ശ്രദ്ധ പാലിക്കുന്ന എന്തായിരിക്കും. ഇന്നലെ തിരുവനന്തപുരം നഗരത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. ഒരു വൈകിട്ടൊരു 4 മണിയോടെ തുടങ്ങിയ മഴ രാത്രി വരെ നീണ്ടു നിൽക്കുന്നതാണ് കണ്ടത്. അതിൽ ആദ്യത്തെ അരമണിക്കൂർ കൊണ്ട് തന്നെ നഗരത്തിന്റെ പല ഭാഗങ്ങളിലും വെള്ളം കയറി. ഇവിടെ ബൈപ്പാസിലൊക്കെ ഹെൽമെറ്റുകൾ ഒഴുകി നടക്കുന്നതൊക്കെ കാണാമായിരുന്നു. അതായത് പാർക്ക് ചെയ്ത് പോയി തിരിച്ചെത്തുന്നതിന് മുമ്പുള്ള ഒരു സമയം കൊണ്ട് തന്നെ ബൈക്കൊക്കെ വെള്ളത്തിനടിയിലാവുന്ന ഒരു സാഹചര്യം. ഹെൽമെറ്റുകൾ ഒഴുകി നടക്കുന്നു. അങ്ങനെ വളരെ വളരെ ഗുരുതരമായൊരു മഴ അങ്ങനെ വേണം പറയാൻ. ആളുകളെല്ലാം വഴിയിൽപ്പെട്ടു. അത്ര ശക്തമായ മഴ, മുന്നോട്ട് പോകാൻ കഴിയാത്ത രീതിയിലൊക്കെ ആയിരുന്നു വാഹനങ്ങൾക്ക് മഴ പെയ്തത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. KPCC അധ്യക്ഷ സ്ഥാനത്ത് കെ സുധാകരൻ തന്നെ തുടരും. തലപ്പത്ത് ഇപ്പോൾ നേതൃമാറ്റം വേണ്ട എന്ന് കെ സുധാകരനുമായി കോൺഗ്രസ് ദേശീയ നേതൃത്വം ഡൽഹിയിൽ നടത്തിയ കൂടിക്കാഴ്ചയിൽ ധാരണയായി. അതേസമയം KPCC DCC പുനഃസംഘടന ഉടൻ പൂർത്തിയാക്കാൻ സുധാകരന് ദേശീയ നേതൃത്വം നിർദ്ദേശം നൽകി. ഫസ്റ്റ് ഓൺ ന്യൂസ് 18. തലപ്പത്ത് നേതൃമാറ്റം ഉണ്ടായേക്കുമെന്ന അഭ്യൂഹങ്ങൾക്കിടെ രാഹുൽ ഗാന്ധിയാണ് KPCC അധ്യക്ഷൻ കെ സുധാകരനെ കഴിഞ്ഞ ദിവസം ഡൽഹിക്ക് വിളിപ്പിച്ചത്. 2 ദിവസങ്ങളിലായി കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജുന ഖാർഗെ, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി തുടങ്ങിയവർക്ക് പുറമെ AICC സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലുമായും KPCC അധ്യക്ഷൻ കൂടിക്കാഴ്ച നടത്തി. KPCC DCC പുനഃസംഘടന ഉടൻ പൂർത്തിയാക്കാനാണ് കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ നിർദ്ദേശം. തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന പശ്ചാത്തലത്തിൽ സംഘടനയെ ശക്തമാക്കുന്ന നടപടികൾ അടിയന്തരമായി സ്വീകരിക്കാനും ദേശീയ നേതൃത്വം ആവശ്യപ്പെട്ടു. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ട് പാർട്ടി തലത്തിൽ ധനസമാഹരണം നടത്താനും കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ കെ സുധാകരനോട് ആവശ്യപ്പെട്ടു. ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ച് സുധാകരനെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന ആവശ്യവുമായി സംസ്ഥാനത്തെ ഒരു വിഭാഗം നേതാക്കൾ ദേശീയ നേതൃത്വത്തെ സമീപിച്ചെങ്കിലും സാമുദായിക സമവാക്യങ്ങളും പകരക്കാരനെ കണ്ടെത്തുന്നതിലെ തർക്കങ്ങളുമാണ് സുധാകരന് തുണയായത്. ആന്റോ ആന്റണി, കൊടിക്കുന്നിൽ സുരേഷ്,
ബെന്നി ബെഹനാൻ തുടങ്ങിയവർ KPCC അധ്യക്ഷ സ്ഥാനത്തിന് വേണ്ടി അവകാശവാദം ഉന്നയിച്ചെങ്കിലും തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന പശ്ചാത്തലത്തിൽ തലപ്പത്ത് പൊളിച്ചെടുത്തിന് മുതിർന്നാൽ തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന് പ്രവർത്തക സമിതി അംഗങ്ങളായ ശശി തരൂരും രമേശ് ചെന്നിത്തലയും ഹൈക്കമാൻഡ് നേതൃത്വത്തെ നിലപാട് അറിയിക്കുകയായിരുന്നു. അധ്യക്ഷ സ്ഥാനത്ത് സുധാകരൻ തുടരട്ടെയെന്ന് മുതിർന്ന നേതാക്കളായ AK ആന്റണിയും വയലാർ രവിയും സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും അറിയിച്ചതോടെയാണ് അധ്യക്ഷനെ ഉൾപ്പെടെ മാറ്റിക്കൊണ്ടുള്ള സമ്പൂർണ്ണ പുനഃസംഘടനയിൽ നിന്ന് നേതൃത്വം അയഞ്ഞത്. അതേസമയം സംഘടനയെ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ഭാരവാഹികളുടെ പ്രവർത്തനം വിലയിരുത്തി മുഖം നോക്കാതെ നടപടി സ്വീകരിക്കാൻ K സുധാകരന് ഹൈക്കമാൻഡ് നിർദ്ദേശം നൽകി. ഡാൻ കുര്യൻ, ന്യൂസ് 18, തിരുവനന്തപുരം. വി വിനോദ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. വിനോദ്, തൽക്കാലം ഒരു നേതൃമാറ്റം വേണ്ട, ഇത് കുറെ നാളുകളായി ചർച്ചയിലുണ്ട്. പക്ഷേ ഒരു നേതൃമാറ്റം ഉണ്ടാവുമോ ഇല്ലയോ എന്നൊക്കെ പല ചർച്ചകൾക്കൊടുവിൽ തൽക്കാലം ഒരു നേതൃമാറ്റം വേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് ഹൈക്കമാൻഡ് എത്തുന്നതിന്റെ പിന്നിലെ പശ്ചാത്തലം എന്താണ്? അങ്ങനെയെങ്കിൽ ഇനിയിപ്പോൾ മറ്റ് പുനഃസംഘടനാ പ്രവർത്തനങ്ങൾ അതിവേഗത്തിൽ പൂർത്തിയാക്കണമെങ്കിൽ അതിന് സജ്ജമാണോ കോൺഗ്രസ്? ശ്രീജ, കഴിഞ്ഞ കുറേ കാലങ്ങളായി സുധാകരനെ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റിയേക്കുമെന്ന തരത്തിലുള്ള ചില വിവരങ്ങൾ, ചില സൂചനകൾ പുറത്തു വന്നിരുന്നു. പക്ഷേ എല്ലായ്പ്പോഴും ഡൽഹിയിൽ പോയി മടങ്ങിയെത്തുന്ന സുധാകരൻ കൂടുതൽ കരുത്തനായി KPCC അധ്യക്ഷ പദവിയിൽ തുടരുന്ന ഒരു സാഹചര്യമാണ്. ഏറ്റവും ഒടുവിലുണ്ടായ അഭ്യൂഹം, അദ്ദേഹം UDF യോഗം നടക്കുമ്പോൾ അതിൽ പങ്കെടുക്കാതെ അദ്ദേഹം ഡൽഹിയിലേക്ക് പോവുകയും അവിടെ കൂടിക്കാഴ്ച AICC നേതൃത്വവുമായുള്ള കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കുകയും ചെയ്തു. ഇതോടുകൂടിയാണ് വീണ്ടും സുധാകരൻ മാറിയേക്കുമെന്ന തരത്തിലുള്ള ചില ചർച്ചകൾ, ആ തരത്തിലുള്ള ചില വാർത്തകളൊക്കെ വരുന്നത്. പക്ഷേ ഇപ്പോഴും സുധാകരനെ മാറ്റുമോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. കാരണം അദ്ദേഹം തുടരുന്നതാണ് നല്ലത് എന്ന് വലിയൊരു വിഭാഗം നേതാക്കൾ പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പിന്നിൽ സീനിയറായിട്ടുള്ള നേതാക്കൾ അണിനിരക്കുന്നുണ്ട്. അതേസമയം തന്നെ ഒരു വിഭാഗം സുധാകരനെ മാറ്റിക്കൊണ്ടുള്ള നടപടിയാണ് വേണ്ടതെന്ന് പറയുന്നു. സണ്ണി ജോസഫിനെയോ അല്ലെങ്കിൽ ആന്റോ ആന്റണിയോ KPCC അധ്യക്ഷ പദവിയിലേക്ക് കൊണ്ടുവരണം എന്ന അഭിപ്രായമുള്ളവരുണ്ട്. കാരണം ഈ ക്രൈസ്തവ വോട്ടുകൾ അതെല്ലാ കാലവും കോൺഗ്രസിൻ്റെ നട്ടല്ലായിരുന്നു. കോൺഗ്രസിന് വലിയ തോതിൽ ശക്തി പകർന്നിരുന്നത് ക്രൈസ്തവ വോട്ടുകളാണ്. പക്ഷേ കഴിഞ്ഞ കുറേ തിരഞ്ഞെടുപ്പുകളായി ഇത് സ്പ്ലിറ്റായി പോകുന്നൊരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് BJPയിലേക്ക് ക്രൈസ്തവ മേഖല, സഭാ നേതൃത്വങ്ങൾ അടുക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത് വളരെയധികം അപകടകരമാണ് എന്ന് തന്നെയാണ് കോൺഗ്രസ് തിരിച്ചറിയുന്നത്. കാരണം അത് തിരിച്ചറിയാൻ കാരണം കഴിഞ്ഞ കാലത്തെ തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ തന്നെയാണ്. മുസ്ലിം ഈഴവ ആ വോട്ടുകളെല്ലാം തന്നെ കൺസോളിഡേറ്റ് പെടുന്നത് ഇടതുപക്ഷത്തേക്ക്, അല്ലെങ്കിൽ CPMലേക്ക് ഒരു വിഭാഗം നായർ വോട്ട്, അങ്ങനെ CPMലേക്ക് പരമ്പരാഗതമായി കിട്ടുന്ന വോട്ടുകൾ, അതിനപ്പുറത്തേക്ക് ന്യൂനപക്ഷത്തിൻ്റെ വലിയൊരു വിഭാഗത്തിൻ്റെ വോട്ട് അങ്ങനെ പോകുന്നു. ക്രൈസ്തവരുടെ വോട്ട് കൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് കോൺഗ്രസ് കരുതുമ്പോഴാണ് BJP നേതൃത്വം വലിയ തോതിൽ അവരുടെ ഒരു സ്ട്രാറ്റജി മാറ്റിക്കൊണ്ടുള്ള രീതിയിലേക്ക് പോകുന്നത്. ഭവന സന്ദർശനവും ഈസ്റ്ററിന് വൈദികരെ പോയി കാണലും അടക്കമുള്ള കാര്യങ്ങൾ. വൈദികരാകട്ടെ ഇവിടെ നിന്ന് ഡൽഹിയിൽ പോയി BJP നേതാക്കളുമായി സ്നേഹവിരുന്നിലൊക്കെ പങ്കെടുക്കുന്ന ഒരു സാഹചര്യം. അങ്ങനെ വലിയൊരു മാറ്റം, സാമൂഹ്യ മാറ്റം ഈ വോട്ടിൻ്റെ കാര്യത്തിൽ സംഭവിക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യം തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ രണ്ട് ക്രൈസ്തവ മേഖലയിൽ നിന്ന് ആരെങ്കിലും KPCC അധ്യക്ഷ പദവിയിലേക്ക് വരട്ടെ എന്നുള്ളൊരു ആലോചന വന്നത്. ഏതായാലും സുധാകരനെ മാറ്റുമ്പോൾ അതിന് ചില പരിഹാരങ്ങൾ കാണേണ്ടി വരും. സ്വാഭാവികമായും എല്ലാ കാലത്തും ഈ ജാതിമത സമവാക്യങ്ങൾക്ക് വലിയ പ്രാധാന്യം നൽകുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. ആ തരത്തിലുള്ള ഒരു ഫോർമുല ഉയർന്നു വരേണ്ടതുണ്ട്. ഏതായിരുന്നാലും അടുത്തൊരു നിലമ്പൂർ ഇലക്ഷൻ വളരെ പെട്ടെന്ന് വരികയാണെങ്കിൽ മറ്റൊരു അധ്യക്ഷൻ്റെ കീഴിൽ അത് നടക്കട്ടെ എന്ന വികാരം പ്രകടിപ്പിക്കുന്ന വലിയൊരു വിഭാഗം നേതാക്കൾ കോൺഗ്രസിലുള്ളൂ. പക്ഷേ എങ്ങനെയാകും, സുധാകരൻ തുടരുമോ അല്ലെങ്കിൽ പുതിയൊരു മുഖം വരുമോ എന്നത് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ്. ശ്രീജ, വിനോദാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. ഇടവേള. ഈ നിയമസഭയുടെ കാലാവധി പൂർത്തിയാക്കാൻ 1 വർഷത്തിലേറെ സമയമുള്ളതുകൊണ്ട് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമെന്ന് മലപ്പുറം ജില്ലാ കളക്ടർ VR വിനോദ്. ഉപതെരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കങ്ങൾ ജില്ലയിൽ പൂർത്തിയായതായും ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ കൂടിയായ ജില്ലാ കളക്ടർ VR വിനോദ് പറഞ്ഞു. നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് വിജ്ഞാപനം എന്നു വരുമെന്ന കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുകയാണ്. എന്നാൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ എന്ന് ജില്ലാ കളക്ടർ VR വിനോദ് വ്യക്തമാക്കി. തീർച്ചയായിട്ടും ഒരു ഒഴിവ് വന്നിട്ട് 1 വർഷത്തിലധികം കാലാവധി ഉണ്ടെങ്കിൽ ഇലക്ഷൻ തീർച്ചയായിട്ടും നടക്കേണ്ടതാണ്. 1 വർഷത്തിൽ താഴെയാണ് കാലാവധി വരുന്നത്. അപ്പോൾ നമ്മുടെ നിയമസഭയ്ക്ക് ഇനി 1 വർഷത്തിലധികം കാലാവധിയുണ്ട്, വേക്കൻസി ഒഴിവ് വന്ന സമയത്ത്. അതുകൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പ് തീർച്ചയായിട്ടും നടക്കേണ്ടതാണ്. 1 വർഷത്തിൽ താഴെയാണ് നിയമസഭയ്ക്ക് കാലാവധി എങ്കിലാണ് ഒരു പക്ഷേ ഇലക്ഷൻ കമ്മീഷൻ, അത് കളക്ടർക്കല്ല ഇലക്ഷൻ കമ്മീഷനെ ഒഴിവാക്കാൻ സാധിക്കും. അപ്പോൾ 1 വർഷത്തിലധികം കാലാവധി ഉള്ളതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇലക്ഷൻ നടക്കും. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രഖ്യാപനം വന്നാൽ ഇലക്ഷൻ നടത്തുന്നതിന് ജില്ലയിൽ സംവിധാനങ്ങൾ സജ്ജമാണ്.
ഉപതെരഞ്ഞെടുപ്പിനുള്ള അന്തിമ വോട്ടർ പട്ടിക മെയ് 5 പ്രസിദ്ധീകരിക്കും. 1700 വോട്ടർമാർക്ക് ഒരു പോളിംഗ് ബൂത്ത് എന്ന നിലയിലാണ് ക്രമീകരിച്ചിട്ടുള്ളത്. അതിനാൽ നിലമ്പൂർ മണ്ഡലത്തിൽ 59 പോളിംഗ് ബൂത്തുകളാണ് പുതിയതായി വന്നത്. മണ്ഡലത്തിൽ ആകെ 263 ബൂത്തുകളാണ് നിലവിലുള്ളത്. കഴിഞ്ഞ പ്രത്യേക സംക്ഷിപ്ത വോട്ടർ പട്ടിക പുതുക്കൽ ആരംഭിച്ച ശേഷം ഇതുവരെ മണ്ഡലത്തിൽ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനായി 20,803 അപേക്ഷകളാണ് ലഭിച്ചത്. 2 ലക്ഷത്തിലധികം വോട്ടർമാരാണ് മണ്ഡലത്തിലുള്ളത്. ന്യൂസ് 18 മലപ്പുറം. വികസനത്തിന്റെ നങ്കൂരമിട്ട് വിഴിഞ്ഞം. വിഴിഞ്ഞം എന്ന വലിയ സ്വപ്നം യാഥാർത്ഥ്യമായി. ഇന്നലെ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം രാജ്യത്തിന് സമർപ്പിച്ചു. അതിലൂടെ വരാൻ പോകുന്ന വികസനങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് സംസാരിച്ചു. പക്ഷേ ഇപ്പോഴും ചെറിയ രീതിയിലുള്ള ചില ആശങ്കകളൊക്കെ നിൽക്കുന്നുണ്ട്. വിഴിഞ്ഞം രാജ്യത്തിന്റെ വികസന കവാടമാവുമെന്നതിലും തുറമുഖ പദ്ധതിയിലൂടെ നിരവധി പേർക്ക് ജോലി ലഭിക്കും എന്നതിലും ഉറപ്പുണ്ടെങ്കിലും പരിസര പ്രദേശത്ത് മറ്റു തരത്തിലുള്ള വികസനം എപ്പോൾ ഉണ്ടാകും എന്നതിൽ ആർക്കും ഒരു വ്യക്തതയുമില്ല. നിലവിൽ മദർഷിപ്പുകൾ തുറമുഖത്തെത്തുകയും ഫീഡർ കപ്പലുകളിൽ മറ്റിടങ്ങളിലേക്കുള്ള ചരക്ക് നീക്കം നടത്തുകയും ചെയ്യുന്ന ഒരു രീതിയാണുള്ളത്. ഇതിലൂടെ കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരിനും അദാനി ഗ്രൂപ്പിനും വരുമാനമുണ്ടാവും. എന്നാൽ റോഡ്, റെയിൽ മാർഗങ്ങളിലൂടെ ചരക്ക് നീക്കം സാധ്യമായാൽ മാത്രമേ പരിസര പ്രദേശങ്ങളിൽ എന്തെങ്കിലും മാറ്റമുണ്ടാവൂ, അവിടെ വികസന നേട്ടമുണ്ടാവൂ. വിഴിഞ്ഞം തുറമുഖം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. പ്രതീക്ഷിച്ച പോലെ വരുമാനം ലഭിക്കുമെന്നത് ഉറപ്പാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കും അദാനി ഗ്രൂപ്പിനും പദ്ധതിയിലൂടെ വരുമാനം ലഭിക്കും. എന്നാൽ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിച്ചാൽ മാത്രമേ സാമാന്യ ജനത്തിന് നേരിട്ട് വരുമാനം ലഭിക്കുന്ന സ്ഥിതി ഉണ്ടാവുകയുള്ളൂ. ഇവിടെയാണ് അനിശ്ചിതത്വം തുടരുന്നത്. തുറമുഖ പദ്ധതി പ്രദേശമായ മുല്ലൂരിൽ നിന്ന് 1.5 കിലോമീറ്റർ മാത്രം ദൈർഘ്യമുള്ളതും ബൈപ്പാസുമായി ബന്ധിപ്പിക്കുന്നതുമായ റോഡ് 10 കൊല്ലമായിട്ടും പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒരു അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് നിശ്ചിത കാര്യങ്ങൾ നിശ്ചിത സമയത്ത് ചെയ്യാനാണ്. പക്ഷെ 10 വർഷം കിട്ടിയിട്ട് ഇവർക്കൊരു റോഡ് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്നിടത്ത് അവിശ്വസനീയമാണ്. പുറം ലോകം അറിഞ്ഞാൽ നമ്മളെയൊക്കെ അപമാനിക്കും. നിങ്ങൾ 1.5 കിലോമീറ്റർ റോഡിൽ എന്റെ അറിവിൽ ഇപ്പോൾ ഒരു 100-150 മീറ്റർ കൂടിയേ ബാക്കിയുള്ളൂ. 100-150 മീറ്റർ കണക്ട് ചെയ്യാൻ ഇവർക്ക് പറ്റുന്നില്ല എന്ന് പറയുന്നത് ഈ എന്താണ് ബുധനിലും ചന്ദ്രനിലും ഒക്കെ ആളെ വിട്ടിരിക്കുന്ന ഒരു ലോകത്ത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എവിടെയാണ് തടസ്സമെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. റിംഗ് റോഡിന്റെ അവസ്ഥയാണെങ്കിൽ ഇതിലും കഷ്ടമാണ്. ഭൂമി ഏറ്റെടുത്ത് വിജ്ഞാപനം ഇറക്കുകയും ഉടമകളിൽ നിന്ന് രേഖകൾ വാങ്ങുകയും ചെയ്തു. എന്നാൽ വർഷങ്ങൾ പലത് കഴിഞ്ഞിട്ടും ഇതുവരെ നഷ്ടപരിഹാരം പോലും നൽകിയിട്ടില്ല. വളരെ സമാധാനത്തോടെ ജീവിച്ചുകൊണ്ടിരുന്ന ആളാണ് ഞാൻ. ഇപ്പോൾ കഴിഞ്ഞ ഒരു 2-3 വർഷമായിട്ട് ഒളിവിലാണെന്നാണ് പുള്ളി എനിക്ക് എഴുതിയിരിക്കുന്നത്. എന്താണെന്ന് ചോദിച്ചപ്പോൾ ഈ റിംഗ് റോഡുമായി ബന്ധപ്പെട്ട് എന്തോ സ്ഥലം ഗവൺമെന്റിന് സറണ്ടർ ചെയ്തപ്പോൾ അദ്ദേഹത്തിന് ലോൺ എടുക്കാൻ പറ്റും, എന്തോ അദ്ദേഹത്തിന്റെ പേഴ്സണൽ ജീവിതത്തിൽ ഒളിവിൽ പോകേണ്ട ഒരു അവസ്ഥ, ഞാൻ വേണേൽ നിങ്ങൾക്ക് തരാം, അത് കാണിക്കണമെങ്കിൽ തരാം, ഒളിവ് ജീവിതം നയിക്കേണ്ട ഒരു അവസ്ഥ വന്നിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം ശപിക്കുകയാണ്, ഈ നമ്മുടെ തുറമുഖത്തെ അദ്ദേഹം ശപിക്കുകയാണ്. ആദ്യമായിട്ടാണ് ഒരാൾ നമ്മുടെ തുറമുഖത്തെ ശപിക്കുന്നത് ഞാൻ കേൾക്കുന്നത്. ആരാണ് കാരണക്കാരൻ? ഈ റിംഗ് റോഡ് എന്ന് പറഞ്ഞാൽ അവിടെയുള്ള ലാൻഡ് എല്ലാം ഫ്രീസ് ചെയ്ത് ബാങ്കിലും വെക്കാൻ പറ്റില്ല, 5 സെന്റ് വിൽക്കാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റാതെ ഒരു സമൂഹത്തെ മുഴുവൻ ശത്രുക്കളാക്കി മാറ്റുന്ന തരത്തിലുള്ള ഒരു സമീപനം. വിഴിഞ്ഞം മുതൽ നാവായിക്കുളം വരെ നീളുന്ന റിംഗ് റോഡിൽ സർക്കാരിന്റെ മാത്രം 10ലധികം വൻകിട പദ്ധതികളാണ് ആലോചനയിലുള്ളത്. ഈ പദ്ധതികൾ യാഥാർത്ഥ്യമായാൽ സ്വകാര്യ മേഖലയിലും ചെറുതും വലുതുമായ നിരവധി സംരംഭങ്ങൾ ഉണ്ടാകും. എല്ലാം ഫയലിൽ ഉറങ്ങിയാൽ വിഴിഞ്ഞം പദ്ധതി പൂർണ്ണമായും പ്രയോജനപ്പെടുത്താൻ കഴിയില്ലെന്ന് ചുരുക്കം. ബാലരാമപുരം വരെ നീളുന്ന ഭൂഗർഭ റെയിൽപാതയുടെ കാര്യത്തിലും കാര്യമായ പുരോഗതി ഇതുവരെ ഉണ്ടായിട്ടില്ല. ന്യൂസ് 18 തിരുവനന്തപുരം. പി.വി. അൻവർ ഇന്ന് തൃണമൂൽ നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്താൻ ബംഗാളിലേക്ക് പോവുകയാണ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മുന്നണി പ്രവേശനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നിർണായക ഘട്ടത്തിലെത്തി നിൽക്കെയാണ് കൂടിക്കാഴ്ച. ദേശീയ ജനറൽ സെക്രട്ടറി അഭിഷേക് ബാനർജിയെ പി.വി. അൻവർ കാണും എന്നതാണ് ലഭിക്കുന്ന വിവരങ്ങൾ. CV അനുമോദ് വിവരങ്ങളുമായി. അനുമോദ്, അല്പം മുൻപ് കളക്ടറുടെ വാക്കുകളിൽ നിന്ന് തെരഞ്ഞെടുപ്പ് ഉണ്ടാവുക തന്നെ ചെയ്യും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ തെരഞ്ഞെടുപ്പ് അധികം ദൂരെയല്ല, ആ സമയത്താണ് ഇങ്ങനെ ഒരു യാത്ര. കോൺഗ്രസിലേക്ക് അൻവർ പോയേക്കും, അതിനുള്ള സജീവ ചർച്ചകൾ നടക്കുന്നുണ്ട് എന്ന വാർത്ത മറ്റൊരു വശത്ത് വരുന്നുണ്ട്. ഇന്നത്തെ യാത്ര കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്?
ശ്രീജ, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഏറെ വേഗാതെ തന്നെ പ്രഖ്യാപിക്കുമെന്ന സൂചന തന്നെയാണ് അധികൃതരിൽ നിന്ന് ലഭിക്കുന്നത്. മുന്നണികളും അതിനുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട്. ഈ ഘട്ടത്തിലാണ് PV അൻവറിന്റെ തൃണമൂൽ ദേശീയ നേതൃത്വമായുള്ള കൂടിക്കാഴ്ച വരുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അദ്ദേഹം പറയുന്നത് ഇത് മുൻപേ ചോദിച്ച ഒരു കാര്യമാണ്, കൂടിക്കാഴ്ചയ്ക്കുള്ള സമയം അതിപ്പോഴാണ് ലഭിച്ചത്. മമതാ ബാനർജിയുമായിട്ട് നേരിട്ട് കണ്ട് അവരെ കഴിയുമെങ്കിൽ സാധ്യമെങ്കിൽ നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിൽ പ്രചാരണത്തിന് ക്ഷണിക്കാനും ശ്രമിക്കുന്നുണ്ട് എന്ന തരത്തിലൊക്കെയാണ്. പക്ഷെ ഇവിടെയൊക്കെ പ്രധാനപ്പെട്ട ഒരു കാര്യം, കഴിഞ്ഞ ദിവസം കോൺഗ്രസ് നേതൃത്വമായി UDF നേതൃത്വമായിട്ടുള്ള ചർച്ചകളൊക്കെ അൻവറിനെ മുന്നണി പ്രവേശനം സംബന്ധിച്ച് ആദ്യഘട്ടം കഴിഞ്ഞിരിക്കുകയാണ്. ഒരാഴ്ചയ്ക്കുള്ളിൽ ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനത്തിലെത്തുമെന്നാണ് UDF നേതൃത്വം തന്നെ പറയുന്നത്. അപ്പോൾ തൃണമൂൽ ദേശീയ നേതൃത്വത്തിന്റെ അനുവാദമില്ലാതെ അല്ലെങ്കിൽ അവരുടെ അംഗീകാരമില്ലാതെ ഇത്തരത്തിലൊരു നീക്കം സാധ്യമാവുകയില്ല. നമുക്കറിയാം, തൃണമൂൽ നേതൃത്വം കോൺഗ്രസുമായിട്ട് ഇന്ത്യ സഖ്യത്തിലാണെങ്കിൽ പോലും പൂർണ്ണമായിട്ടും സഹകരിക്കുന്ന തരത്തിലുള്ള നിലപാടല്ല സ്വീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ തന്നെ ദേശീയ നേതൃത്വത്തെ പറഞ്ഞ് കേരളത്തിലെ സാഹചര്യങ്ങൾക്കനുസരിച്ച് തീരുമാനമെടുക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കുകയാകാം അൻവറിന്റെ ഈ കൂടിക്കാഴ്ചയുടെ ഇപ്പോഴത്തെ ലക്ഷ്യമെന്നാണ് കരുതുന്നത്. എന്നാണെങ്കിലും ഇന്ന് അദ്ദേഹം ബംഗാളിലേക്ക് പോകും. നാളെ വൈകിട്ട് വരെ അദ്ദേഹം അവിടെ തന്നെ ആയിരിക്കും. മമതാ ബാനർജിയെ നേരിൽ കണ്ട് ഇക്കാര്യങ്ങൾ ധരിപ്പിക്കാനുള്ള ശ്രമവും അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുമെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. ശരി, CV അനുമോദാണ് വിവരങ്ങൾ നൽകിയത് മലപ്പുറത്ത് നിന്ന്. 3 ദിവസത്തെ സന്ദർശനത്തിനായി പ്രിയങ്ക ഗാന്ധി MP ഇന്ന് വയനാട്ടിലെത്തും. പാർലമെന്റ് മണ്ഡലത്തിലെ വിവിധ പരിപാടികളിൽ MP പങ്കെടുക്കും. വൈകിട്ട് കരിപ്പൂർ വിമാനത്താവളത്തിലെത്തുന്ന പ്രിയങ്ക നാളെ വയനാട് വൈൽഡ് ലൈഫ് ഡിവിഷന് MPയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് ലഭ്യമാക്കിയ ആംബുലൻസിന്റെ താക്കോൽ കൈമാറ്റം നിർവഹിക്കും. 5-ന് പുതുതായി സ്ഥാപിച്ച കൽപ്പറ്റയിലെ പാസ്പോർട്ട് സേവാ കേന്ദ്രം സന്ദർശിക്കുന്ന പ്രിയങ്ക ഗാന്ധി MP ഉച്ചയ്ക്ക് ശേഷം വണ്ടൂരിൽ സദേൺ റെയിൽവേ ഉദ്യോഗസ്ഥരുമായുള്ള യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ വെച്ച് പങ്കെടുക്കും. പുതിയ മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കാനുള്ള കോൺക്ലേവിന് മുന്നോടിയായി സിസ്റ്റൈൻ ചാപ്പലിന് മുകളിൽ ഐക്കോണിക് ചിമ്മിനി സ്ഥാപിച്ചു. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പിൻഗാമിയെ തെരഞ്ഞെടുക്കാനുള്ള കോൺക്ലേവ് മെയ് 7-നാണ് ആരംഭിക്കുക. 267-ാം പോപ്പിനെ തെരഞ്ഞെടുക്കാനുള്ള അവസാന തയ്യാറെടുപ്പിലാണ് ആഗോള കത്തോലിക്ക സഭ. വത്തിക്കാനിലെ സിസ്റ്റൈൻ ചാപ്പലിന് മുകളിൽ ചിമ്മിനി സ്ഥാപിച്ചു. ഈ ചിമ്മിനിയിലൂടെ വരുന്ന പുകയുടെ നിറമനുസരിച്ചാണ് പുതിയ പോപ്പ് ആരെന്നതിൽ കോൺക്ലേവിൽ തീരുമാനമായോ എന്ന് ആദ്യം ലോകമറിയുക. വെള്ളപ്പുകയാണെങ്കിൽ തീരുമാനമായി എന്നും കറുത്ത പുകയാണെങ്കിൽ തീരുമാനമായില്ല എന്നും അർത്ഥം. വോട്ടെടുപ്പ് കഴിഞ്ഞ ബാലറ്റ് പേപ്പറുകൾ കത്തിക്കുമ്പോഴാണ് പുക വരുന്നത്. കറുപ്പ് നിറത്തിനായി ബാലറ്റിൽ പൊട്ടാസ്യം, ആന്ത്രാസിൻ, സൾഫർ എന്നിവയുടെ മിശ്രിതമാണ് ഉപയോഗിക്കുക. വെള്ളപ്പുകയ്ക്കായി പൊട്ടാസ്യം, ലാക്ടോസ്, ക്ലോറോഫോം, റെസിഡ് എന്നിവയുടെ മിശ്രിതവും ഉപയോഗിക്കും. 2005 മുതൽ പുക വ്യക്തമായി കാണാനായി കൃത്രിമ ജ്വാലയും ഉപയോഗിക്കുന്നുണ്ട്. 6 മിനിറ്റ് വരെയാണ് പുക വരിക. ഇപ്പോൾ സ്ഥാപിച്ച ചിമ്മിനി 1939-ലാണ് ആദ്യമായി ഉപയോഗിച്ചത്. ചിമ്മിനി ശരിയായി പ്രവർത്തിക്കുന്നുണ്ടോ എന്ന പരീക്ഷണം ഞായറാഴ്ച നടക്കും. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് 18. ഇനി IPL വിശേഷങ്ങൾ നോക്കാം. IPL-ൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ 38 റൺസിന് തോൽപ്പിച്ച ഗുജറാത്ത് ടൈറ്റൻസ് 225 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഹൈദരാബാദിന് 6 വിക്കറ്റ് നഷ്ടത്തിൽ 86 റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ. 76 റൺസ് എടുത്ത ശുഭ്മാൻ ഗില്ലും 64 റൺസ് എടുത്ത ജോസ് ബട്ട്ലറും ചേർന്നാണ് ഗുജറാത്തിനെ കൂറ്റൻ സ്കോറിലെത്തിച്ചത്. ഇപ്പോൾ പോയിന്റ് പട്ടികയിൽ ഗുജറാത്ത് 2-ാം സ്ഥാനത്താണ്. This is one of the reasons why. Because down the ground against the spinner there are few better hitters than George. സായ് സുദർശനും ശുഭ്മാൻ ഗില്ലും ഗുജറാത്തിന് വമ്പൻ തുടക്കമാണ് നൽകിയത്. സൺറൈസേഴ്സ് ബോളർമാരെല്ലാം രണ്ടുപേരുടെയും ബാറ്റിന്റെ ചൂടറിഞ്ഞു. 76 റൺസ് എടുത്ത് ക്യാപ്റ്റൻ തന്നെ മുന്നിൽ നിന്നു. Just 4. I think he just tells the ball that's where you go and the ball obeys. 48 റൺസ് എടുത്ത് സായ് സുദർശൻ പുറത്തായെങ്കിലും ജോസ് ബട്ട്ലർ ഗില്ലിന് കൂട്ടായെത്തി. 64 റൺസാണ് ഇംഗ്ലീഷ് താരം ചേർത്തത്. Easily done. Plays every shot in the book and brings up a 15, just 31 balls. 16 run over, they needed it. 17 gone, 188 for 2. ജയദേവ് ഉനത്കട്ട് 3 വിക്കറ്റ് വീഴ്ത്തിയെങ്കിലും വൻ സ്കോർ കണ്ടെത്തി ഗുജറാത്ത്. Josh Butler special. മറുപടി ബാറ്റിംഗിൽ അഭിഷേക് ശർമ്മ മാത്രമാണ് സൺറൈസേഴ്സിനായി പോരാട്ടം കാഴ്ചവെച്ചത്. 74 റൺസ് എടുത്തു അഭിഷേക്.
What a shot. One of the shots of the evening. Quite extraordinary to be able to play that shot. 2 വിക്കറ്റ് വീതം വീഴ്ത്തിയ പ്രസിദ്ധ് കൃഷ്ണയും മുഹമ്മദ് സിറാജുമാണ് ഗുജറാത്തിന്റെ പ്രധാന വിക്കറ്റ് നേട്ടക്കാർ. There's a fielder, won't get there, Ovili. Oh, he does! What a catch! Rashid Khan did well just to get there, then to complete it. Was an incredible piece of work in the field. Long leg inside the circle. Straight up. Straight up. Mohammad Siraj. 7ാം വിക്കറ്റിൽ പുറത്താകാതെ നിന്ന നിതീഷ് കുമാർ റെഡ്ഡിക്കും പാറ്റ് കമ്മിൻസിനും അപ്രാപ്യമായിരുന്നു 225 റൺസ് എന്ന കൂറ്റൻ വിജയലക്ഷ്യം. And that is that. You have to say set up with the bat and finish with the ball. സ്പോർട്സ് ഡെസ്ക് ന്യൂസ് 18. IPL-ൽ ചെന്നൈ സൂപ്പർ കിങ്സ് ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെ നേരിടും. ടൂർണമെന്റിൽ നിന്ന് പുറത്തായ ചെന്നൈ നില മെച്ചപ്പെടുത്താനാണ് ഇറങ്ങുന്നത്. അതേസമയം ഇന്ന് ജയിച്ചാൽ മുംബൈയെ മറികടന്ന് ബാംഗ്ലൂരിന് പോയിന്റ് പട്ടികയിൽ ഒന്നാമതെത്താം. ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ രാത്രി 7:30-ക്കാണ് മത്സരം. ഇനി ഇന്നത്തെ സ്പെഷ്യൽ ഡേ വിഷസിലേക്കാണ്. മലപ്പുറം ചങ്ങനംകുളം മാക്കാലി സ്വദേശികളായ അഖിലിന്റെയും ശ്രുതിയുടെയും മകൾ സിയ അഖിലിന്റെ 1ാം പിറന്നാൾ ഇന്നലെയായിരുന്നു. ഇന്നലെയാണ് പിറന്നാളെങ്കിലും ഇന്ന് നല്ല ചൂടോടെ സിയ കുട്ടിക്ക് ബർത്ത്ഡേ വിഷസ്. ഹാപ്പി ബർത്ത്ഡേ സിയ. ചാത്തന്നൂർ സ്വദേശി സായൂജിന്റെയും ആര്യയുടെയും വിവാഹമാണിന്ന്. അപ്പോൾ സായൂജിനും ആര്യയ്ക്കും ഹൃദയം നിറഞ്ഞ വിവാഹ ആശംസകൾ. വളരെ സന്തോഷകരമായൊരു വിവാഹ ജീവിതം രണ്ടാൾക്കും ഉണ്ടാവട്ടെ എന്ന് ഹൃദയപൂർവ്വം ഞങ്ങൾ ന്യൂസ് 18 ടീം മുഴുവൻ ആശംസിക്കും. തൽക്കാലം അപ്പോൾ നമ്മൾ പതിവ് പോലെ വാർത്തകളിൽ നിന്ന് ഒരു ഇടവേള എടുക്കുന്നു. പോലീസ് പെട്രോൾ കാണാം. പോലീസ് പെട്രോളിന് ശേഷം മറ്റു വാർത്തകളുമായി മടങ്ങിയെത്താം.